Meet the editors. ഹലോ, ഗുഡ് ഈവനിംഗ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതിയിൽ നിന്ന് സർക്കാർ നേരിട്ടത് കനത്ത പ്രഹരമാണ്. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവെച്ച കവറിൽ നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. മൊഴി നൽകിയവരുടെ സ്വകാര്യത ഉറപ്പാക്കണം. കേസെടുക്കാൻ പരാതി അനിവാര്യമല്ല. റിപ്പോർട്ടിൽ നേരിട്ട് കേസെടുക്കാമല്ലോ എന്നും കോടതി ചോദിച്ചു. സംസ്ഥാന വനിതാ കമ്മീഷനെ സ്വമേധയാ കക്ഷി ചേർക്കുകയും ചെയ്തു. ലൈംഗിക കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച വെളിപ്പെടുത്തലുണ്ടെന്നും അതിജീവിതരെ എങ്ങനെ സംരക്ഷിക്കാനാവുമെന്നും ഹൈക്കോടതി ചോദിച്ചു. ചോദ്യം ഇതാണ്: കോടതി സർക്കാരിനെ പിടിച്ചു. ബാലകൃഷ്ണൻ, ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടത് സർക്കാർ ഒരു ഉത്തരവാദിത്വം ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ ആ ജോലി ചെയ്യേണ്ട പബ്ലിക് സർവൻറ്റിനെ അതിന് നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു ഹർജിയാണ്. സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ സർക്കാർ ചെയ്യാത്തത് ചെയ്യണമെന്നാവശ്യപ്പെട്ടൊരു റിട്ട് ഹർജി ഹൈക്കോടതിയിലെത്തുന്നു. ഹൈക്കോടതി ഇന്ന് സർക്കാരിനെ പിടിച്ചു. നോക്കൂ അരുൺ, ഇന്നത്തെ ഹൈക്കോടതിയുടെ ഇടപെടലിന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഒരു ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ന് ഹൈക്കോടതിയിൽ സംഭവിച്ചത് എന്ന് ഞാൻ കരുതുന്നു. നോക്കൂ, ചൊവ്വാഴ്ച, അതായത് 2 ദിവസം മുമ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയൊരു വാർത്താസമ്മേളനത്തിൽ ചോദ്യം ഉണ്ടാകുന്നുണ്ട്. അന്ന് അദ്ദേഹം പറയുന്നൊരു മറുപടി ഇങ്ങനെയാണ്: ഇതിലെ ഏതെങ്കിലും വിഷയം കേസെടുത്ത് അന്വേഷിക്കണം എന്ന ശുപാർശ ജസ്റ്റിസ് ഹേമയുടെ കമ്മിറ്റി വെച്ചിട്ടില്ല. പിണറായി വിജയൻ പറഞ്ഞതാണ് വാർത്താ സമ്മേളനത്തിൽ. അതിനപ്പുറം മൊഴി നൽകിയവരുടെ സ്വകാര്യത സംരക്ഷിക്കണം എന്ന ആവശ്യം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയ ഏതെങ്കിലും വനിത പരാതി നൽകാൻ മുന്നോട്ട് വന്നാൽ സർക്കാരിൽ നിന്ന് ഉചിതമായ ഇടപെടൽ ഉണ്ടാകും. ഇതാണ് പിണറായി വിജയൻ പറഞ്ഞത്. നോക്കൂ, എന്താണ് ഈ കമ്മിറ്റി? ഈ കമ്മിറ്റി എന്ന് പറയുന്നത് ജസ്റ്റിസ് ഹേമ അവരുടെ വീട്ടിലിരുന്ന സമയത്ത് കുറച്ച് നടിമാരും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് വനിതകളും ചെന്നിട്ട് ഈ റിട്ടയർഡ് ജസ്റ്റിസായ ഹേമയുടെയൊക്കെ കുറച്ച് പരിഭവങ്ങളും പരാതികളും പറയുകയായിരുന്നില്ല. മറിച്ച് അവർ ഉത്തരവാദിത്തപ്പെട്ട ഒരു ബോഡിയുടെ അധ്യക്ഷയായി വന്നപ്പോൾ അവർ അന്വേഷിക്കേണ്ട വിഷയമെന്ന് പറയുന്നത് സംസ്ഥാനത്തെ സിനിമാ വ്യവസായ മേഖലയിൽ നിലനിൽക്കുന്ന അനാവശ്യമായ പ്രവണതകളെക്കുറിച്ചായിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പീഡനവും ദുരിതവും അനുഭവിച്ചിട്ടുള്ള 52ഓളം സ്ത്രീകളാണ് പോയിട്ട് ജസ്റ്റിസ് ഹേമയെയും മറ്റ് സഹ അംഗങ്ങളെയും കണ്ടിട്ട് അവരുടെ വിഷമങ്ങൾ ബോധിപ്പിക്കുന്നത്. അതിനൊരു പരാതിയുടെ സ്വഭാവമുണ്ട്. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ചില വകുപ്പുകൾ അത് വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ ആ ഘട്ടത്തിലേക്ക് വരാം. നോക്കൂ, ഇങ്ങനൊരു കമ്മിറ്റിയാണ് ഫോം ചെയ്തിരിക്കുന്നത് എന്നിടത്തും തുടങ്ങുന്നു സർക്കാരിൻ്റെ ഈ കാര്യത്തിലുള്ള ഇരട്ടത്താപ്പ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നോക്കൂ, ഇപ്പം കമ്മീഷൻ ഓഫ് ഇൻക്വയറി ആക്ട്സ് പ്രകാരം ഒരു കമ്മീഷനെ സർക്കാർ നിയോഗിച്ചാൽ അത് പബ്ലിക് ഇൻട്രസ്റ്റ് വരുന്നൊരു കേസാണ് എങ്കിൽ ആ കമ്മീഷൻ കണ്ടെത്തുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കമ്മീഷൻ സമർപ്പിക്കുന്ന റിപ്പോർട്ടും അതിൻ്റെ മുകളിലുള്ള ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടും കൂടി നിയമസഭയിൽ വെക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. ഇവിടെ ഇപ്പോൾ ഈ കമ്മീഷൻ ഓഫ് ഇൻക്വയറി ആക്ട്സ് പ്രകാരം ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുന്നതിന് പകരം ഒരു കമ്മിറ്റിയെയാണ് നിയമിക്കുന്നത്. ഈ കമ്മിറ്റി എന്ന് പറയുന്നത് ജുഡീഷ്യൽ അധികാരമുള്ള ഒരു സംവിധാനമേ അല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കമ്മിറ്റിക്ക് മുമ്പാകെ ഒരാൾ ഒരു പരാതി പറഞ്ഞാൽ ആ കമ്മിറ്റി ആരെക്കുറിച്ചാണോ ആ പരാതി പറഞ്ഞത് അയാളെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒട്ടും തന്നെ അയാൾ വന്ന് നേരിട്ട് ഹാജരാകണമെന്നുള്ള ഒരു ബൈൻഡിങ്ങും ഇല്ല എന്നേ. ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ സാഹചര്യം അതല്ല. ഇപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷന് മുമ്പാകെ പോയിട്ട് എന്നെക്കുറിച്ചൊരു പരാതി അരുൺ പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്മീഷൻ എന്നെ വിളിപ്പിക്കാം, ഞാൻ അവിടെ പോകാൻ ബൈൻഡിങ് ആണ്. ഒരു കമ്മിറ്റി വിളിപ്പിച്ചാൽ പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യാം. അതാണ് ഒന്നാമത്തെ കാര്യം. ഈ കാര്യത്തിൽ ജസ്റ്റിസ് ഹേമയ്ക്ക് തന്നെ ചില എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു കമ്മിറ്റി മാത്രമാണെന്നും യഥാർത്ഥത്തിൽ ഇതിന് ജുഡീഷ്യൽ അധികാരങ്ങളില്ല എന്നും അങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് ഞാൻ എന്തിനു പോകണമെന്നുള്ളൊരു ഒരു വിഷമം അവർക്ക് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എങ്കിൽ കൂടിയും ഈ സംസ്ഥാനത്തെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ആ വിഷയത്തിലുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവർ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. ഏതായാലും ആ കമ്മിറ്റി രൂപീകരിച്ചത് ഒരു വലിയ സംഭവമാണ് എന്നിപ്പോൾ CPM-ഉം സർക്കാരും പറയുന്നുണ്ട്. നിശ്ചയമായും അത് അംഗീകരിക്കുമ്പോൾ തന്നെ ഒരു പ്രശ്നമുണ്ടല്ലോ. എങ്ങനെയാണ് ഈ കമ്മിറ്റി രൂപീകരിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്? അത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു പ്രധാനപ്പെട്ട നടി, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒന്നും അല്ല കേട്ടോ, ബോക്സ് ഓഫീസിൽ വലിയ ഫാൻ ഫോളോയിങ് ഉള്ള വളരെ പ്രധാനപ്പെട്ട വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു നടി. ആ നടി കേരളത്തിൽ ഒരു തിരക്കേറിയ നഗരവീഥിയിൽ വെച്ച് പീഡിപ്പിക്കപ്പെടുകയാണെന്നേ. അതൊരു ആഭ്യന്തര പ്രശ്നമല്ലേ? ഒരു വലിയൊരു ആഭ്യന്തരമായിട്ടുള്ളൊരു പ്രശ്നമാണത്. ആഭ്യന്തര വകുപ്പിന് അപമാനം വരുത്തി വെക്കുന്ന ഒരു ക്രമസമാധാന പ്രശ്നം കൂടിയാണത്. അങ്ങനെ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ ഈ പറയുന്ന കേരളത്തിലെ വിമൻ
ഇൻ കളക്റ്റീവ് അല്ലെ, WCC, വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കപ്പെടുന്നു. ആ സംഘടനയുടെ പ്രതിനിധികൾ കൃത്യമായി പിണറായി വിജയനെ പോയി കണ്ടിട്ട് ഈ പ്രശ്നങ്ങൾ പഠിക്കപ്പെടേണ്ടതാണെന്നും അനാവശ്യമായ ഒട്ടേറെ പ്രവണതകൾ ഈ പറയുന്ന സിനിമയിൽ നിലനിൽക്കുന്നുവെന്നും സിനിമ എന്ന് പറയുന്ന ഒരു മാഫിയയുടെ പിടിയിൽ അമർന്നിരിക്കുന്നു എന്നുള്ള പ്രശ്നം അവതരിപ്പിക്കുന്നു. അങ്ങനെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സർക്കാരിന് ആക്ട് ചെയ്യേണ്ടതുണ്ട്. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ. ഒന്ന്, കേരളത്തിലൊരു വളരെ പ്രധാനപ്പെട്ട ക്രമസമാധാന പ്രശ്നമാണ്. ഒരു പെൺകുട്ടി, അവർ സിനിമ ആക്ട്രസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു തൊഴിലാളി ആയിക്കോട്ടെ, ഒരു വിദ്യാർത്ഥിനി ആയിക്കോട്ടെ, ഒരു അധ്യാപിക ആയിക്കോട്ടെ, പട്ടാപ്പകല് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരുവീതിയിൽ വെച്ച് ഒരു കാറിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടാൽ സർക്കാർ അത് അന്വേഷിക്കണമല്ലോ സ്വാഭാവികമായും. അതൊരു സിനിമാ നടിയായപ്പോൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട് കൂടി ഒട്ടേറെ എക്സ്പ്ലോയിറ്റേഷൻസ് നിലനിൽക്കുന്നു എന്നൊരു പരാതി വരുമ്പോൾ സ്വാഭാവികമായും കമ്മിറ്റഡ് ആയ ഒരു സർക്കാരിന് ഒരു ആക്ഷൻ നടത്തിയേ പറ്റൂ. അവിടെ സർക്കാർ ഒരു ജുഡീഷ്യൽ എൻക്വയറി അല്ല വെച്ചത്, മറിച്ച് ഒരു കമ്മിറ്റിയെ ഫോം ചെയ്യുകയാണ് ചെയ്തത്. എന്താണ് ഈ കമ്മിറ്റി ഫോം ചെയ്താലുള്ള ഒരു ഗുണമെന്നറിയാവോ? ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു കൊടുക്കണ്ട. കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു കൊടുക്കാതെ സർക്കാരിന് അത് സൂക്ഷിക്കാം. ഇവിടെ നിങ്ങൾ അപകടത്തിൽപ്പെട്ടത് എന്താണ്? ഈ ബുദ്ധി സർക്കാർ കാണിക്കുമ്പോൾ വിവരാവകാശം എന്ന് പറയുന്ന വളരെ ഒരു വലിയ ശക്തമായ ചാട്ടുളി പുറത്ത് നിൽക്കുന്നു എന്നുള്ളത് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല ഈ സർക്കാരിന്. ആ വിവരാവകാശ നിയമത്തിന്റെ ബലത്തിലാണല്ലോ നമ്മളിപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ അരുൺ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? 17 നിർദ്ദേശങ്ങൾ, കണ്ടെത്തലുകളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. 53ാമത്തെ പാരഗ്രാഫ്. ഞാൻ എല്ലാ കണ്ടെത്തലുകളിലേക്കും പോകുന്നില്ല. ഞാൻ 4 കാര്യങ്ങൾ പറയാം. ഒന്ന്, ചാൻസ് കിട്ടാൻ സെക്ഷുവൽ ഡിമാൻഡ്. അതായത് നിങ്ങൾ സിനിമാ രംഗത്തേക്ക് വന്നാൽ ഉടനെ തന്നെ ആദ്യത്തെ പെൺകുട്ടിയാണ് എങ്കിൽ നിങ്ങളോടുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത് സെക്ഷുവൽ ഡിമാൻഡാണ്, ചാൻസ് കൊടുക്കണമെങ്കിൽ. ഇത് കണ്ടെത്തിയിരിക്കുന്നു ഈ കമ്മിറ്റി എന്നുള്ളതാണ്. 2, ജോലി സ്ഥലത്ത് സെക്ഷുവൽ ഹരാസ്മെന്റ് എണ്ണം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. 53ാമത്തെ പാരഗ്രാഫിൽ 1 മുതൽ 17 വരെ അവർ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 3, സെക്ഷുവൽ ഡിമാൻഡ് അംഗീകരിച്ചില്ലെങ്കിൽ ടോർച്ചറിങ്. ഈ 3 കാര്യങ്ങൾക്ക് മുമ്പോത്ബലകമായി എക്സിബിറ്റ്സ് A1 to A16. എന്താണ് ഈ എക്സിബിറ്റ്സ് A1 to A16 എന്ന് പറയുന്നത്? വീഡിയോ ക്ലിപ്സ്, ഓഡിയോ ക്ലിപ്സ്, സ്ക്രീൻഷോട്ട്, ഏതിൻ്റെ? വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട്സ്. ഇത്രയും കാര്യങ്ങൾ ഈ കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ടെന്നേ. കമ്മിറ്റിക്ക് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ 53ാമത്തെ പാരഗ്രാഫിന്റെ ഭാഗമായി 1, 2, 3, 4 എന്ന എണ്ണം പറഞ്ഞു 17 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് തുടർന്നാണ് കമ്മിറ്റി അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നത്. നോക്കൂ, ഈ തെളിവുകൾ വളരെ ധാരാളമാണ് ഒരു കേസിലേക്ക് പോകാൻ. അതിനൊരു കാര്യമുണ്ട്. അതായത് എന്ന് മാത്രമല്ല, കമ്മിറ്റി വളരെ കൃത്യമായി പറയുന്നുണ്ട്. 96ാമത്തെ പാരഗ്രാഫിൽ പറയുന്നു, വി ആർ സാറ്റിസ്ഫൈഡ് that women face sexual harassment even from very well known people in film industry. ഈ പറയുന്ന സിനിമാ വ്യവസായ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവർക്കും അറിയുന്ന ആളുകളാൽ പോലും പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് ഈ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. ശരിയാണ്, ജുഡീഷ്യൽ അധികാരങ്ങൾ ഇല്ലാത്തൊരു കമ്മിറ്റിയാണത്. എങ്കിൽ കൂടിയും സർക്കാരിന്റെ ഭാഗമാണ് ഈ കമ്മിറ്റി. ഒരുപക്ഷെ സർക്കാർ തന്നെയാണ് ഈ കമ്മിറ്റി. കാരണം വെച്ചാൽ എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പോയി അന്വേഷിക്കുന്ന ഒരു പരിപാടിയില്ലെന്നേ. അവിടെ പല പല കമ്മിറ്റികൾ ഉണ്ടാകും. ആ കമ്മിറ്റികൾ പാർട്ട് ഓഫ് ദി സ്റ്റേറ്റ് ആണ്, സ്റ്റേറ്റിന്റെ ഭാഗമാണ് ആ കമ്മിറ്റി. അതുകൊണ്ടാണ് ഈ പറയുന്ന പീഡനം അനുഭവിച്ച ആളുകൾ പോയിട്ട് ഈ ജസ്റ്റിസ് ഹേമയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞത്, ശാരദയുടെ മുമ്പിലും KB വത്സലകുമാരിയുടെ മുമ്പിലും പോയിരുന്ന കാര്യങ്ങൾ പറഞ്ഞത്, അല്ലാതെ അവരുടെ വീട്ടിൽ പോയിരുന്ന് പറയാറില്ല. അപ്പം സ്റ്റേറ്റ് എംപവർ ചെയ്തിരിക്കുന്ന ഒരു കമ്മിറ്റിക്ക് മുമ്പാകെ നിങ്ങൾ പോയി മൊഴി കൊടുക്കുകയും ആ മൊഴിയുടെ അടിസ്ഥാനമായിട്ടുള്ള അതിന് ഉപോത്ബലകമായിട്ടുള്ള കൃത്യമായ തെളിവുകൾ നൽകുകയും ആ തെളിവുകൾ ആ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി കൃത്യമായ ചില നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരുകയും അതൊരു റിപ്പോർട്ടായി സർക്കാരിന് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ ഈ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. 176ാമത്തെ വകുപ്പിൽ വളരെ കൃത്യമായി പറയുന്നു, ഇഫ് ഫ്രം ഇൻഫർമേഷൻ റിസീവ്ഡ് ഓർ അതർവൈസ് ആൻ ഓഫീസർ ഇൻ ചാർജ് ഓഫ് എ പോലീസ് സ്റ്റേഷൻ ഹാസ് റീസൺ ടു സസ്പെക്ട് ദ കമ്മീഷൻ ഓഫ് ആൻ ഒഫൻസ് വിച്ച് ഹി ഈസ് എംപവേർഡ് അണ്ടർ സെക്ഷൻ 175 ടു ഇൻവെസ്റ്റിഗേറ്റ്. ഇതിന്റെ ബാധ്യത വരും. നോക്കൂ, ഇഫ് ഫ്രം ഇൻഫർമേഷൻ റിസീവ്ഡ് ഓർ അതർവൈസ്, നിങ്ങൾക്കൊരു വിവരം കിട്ടിയാൽ മതി. ഈ കേസിൽ നിങ്ങൾക്കൊരു വിവരം ലഭിച്ചാൽ ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കേസെടുക്കാം. നമ്മുടെ ഈ രാജ്യത്ത് ഇന്നൊരു വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? കൊൽക്കത്തയിൽ ഒരു ഡോക്ടർ 31 വയസ്സുള്ള ഒരു പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെട്ടു. ആ കേസ് എങ്ങനെയാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്? ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ പരാതിയുടെ അടിസ്ഥാനത്തിലാണോ? ഏതെങ്കിലും വ്യക്തികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണോ? ഒരു ക്രൈം സീനിലേക്ക് പോലീസ് എൻട്രി ചെയ്യുന്നു, അവിടെ ഒരു റേപ്പും മർഡറും നടന്നിരിക്കുന്നു എന്ന് പോലീസിന് ബോധ്യപ്പെടുന്നു. അങ്ങനെ പോലീസ് ഒരു FIR ഇടുന്നു, അവിടെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നു. നിർഭയയുടെ കേസിൽ നിർഭയയുടെ അമ്മയും അച്ഛനും പരാതി കൊടുത്തിട്ടാണോ കേസ് അന്വേഷിച്ചത്? അങ്ങനെ ഒരു നിയമമില്ല. എന്ന് മാത്രമല്ല, 0 FIR എന്ന് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന സെക്ഷൽ ഹരാസ്മെന്റ് കേസിൽ സുപ്രീം കോടതിയുടെ വെർഡിക്റ്റ് ഉണ്ട്. FIR വേണ്ട, നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ മതി. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഭാരതീയ ന്യായ സംഹിതയിലെ 176 വകുപ്പ് പ്രകാരം ഫ്രം ഇൻഫർമേഷൻ റിസീവ്ഡ് ഓർ അതർവൈസ്, നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ അറിയുക. അങ്ങനെയാണെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർക്ക് കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് തുടങ്ങാം. ആരുടെയും പരാതി വേണ്ട. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് കഴിഞ്ഞ 4.5 വർഷമായിട്ട് ഇതിന് വേണ്ടി ഒരു ആക്ട് നടത്തായിരുന്നു. 24 നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കമ്മിറ്റി. ഞാൻ പറയുന്ന ടോയ്ലറ്റിന്റെ പ്രശ്നം അല്ലെങ്കിൽ ചേഞ്ചിങ് റൂമിന്റെ പ്രശ്നം, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിലെന്തെങ്കിലും ഒരു നടപടി എടുത്തിട്ടുണ്ടോ? നടപടി എടുക്കാൻ ഒരു പരിപാടി
പരിപാടി ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് എടുത്തതെന്ന് പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ എന്തെന്നൊരു ചോദ്യം വരും. ഇവിടെ വിവരാവകാശം ഉപയോഗിച്ചുകൊണ്ട് മാധ്യമങ്ങൾ നിരന്തരം ഇടപെടൽ നടത്തുകയും അതിൻ്റെ മേൽ ഇൻഫർമേഷൻ കമ്മീഷൻ കൃത്യമായി ആക്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഇവിടെ കോടതിയുടെ റോളുണ്ട്. ആ കോടതിയുടെ റോളാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. ആ റോള് കോടതി നല്ല ഗംഭീരമായി നിർവഹിച്ചു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്നത്തെ കോടതിയുടെ ഉത്തരവിൽ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരിയായി കാണുന്നത്, ഇഫ് എനി കൊഗ്നൈസബിൾ ഒഫൻസസ് ആർ ഡിസ്ക്ലോസ് ടു ദി കമ്മിറ്റി, എന്തെങ്കിലും തരത്തിലുള്ള കൊഗ്നൈസബിൾ ഒഫൻസ് ഈ കമ്മിറ്റി മുമ്പാകെ ഡിസ്ക്ലോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വെദർ ക്രിമിനൽ ആക്ഷൻ ഈസ് നെസസറി ഓർ നോട്ട് വിൽ ഹാവ് ടു ബി ഡിസൈഡഡ് ബൈ ദ കോർട്ട്. ഹൗ ടു പ്രൊട്ടക്ട് ദീസ് വിക്ടിംസ് ഓഫ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് വാട്ട് ആക്ഷൻ ക്യാൻ ബി ടേക്കൺ ഈസ് സംതിങ് ദാറ്റ് ദിസ് കോർട്ട് റിക്വയർസ് ടു അഡ്രസ്. അത് കോടതി സ്വമേധയായി ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് മുമ്പിൽ പോയി ഈ സെക്ഷൽ ഹരാസ്മെന്റ് വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പെർപെട്രേറ്റേഴ്സ് ഓഫ് ദി ക്രൈം, അവർ ആരാണ് ആ കുറ്റം ചെയ്തത്, അവർക്കെതിരായിട്ട് എന്ത് നടപടി സ്വീകരിക്കണം, അവർക്കെതിരായി നടപടി സ്വീകരിക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ ഇനി തീരുമാനമെടുക്കുക കോടതിയായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോടതി ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. അവിടെ സർക്കാരാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. സർക്കാർ ഇതിന്റെ മേൽ നടത്തിയിട്ടുള്ള ഇനാക്ഷൻ, എടുക്കാതിരുന്ന നടപടികൾ ചോദ്യം ചെയ്യപ്പെടുകയും, ചരിത്രപരമായ ഒരു മണ്ടത്തരം, ചരിത്രപരമായ ഉത്തരവാദിത്വമില്ലായ്മ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. സ്ത്രീ സമത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ നിലനിൽക്കുന്നത്. 2019 തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരി CPM ഈ കേരളത്തിൽ തോറ്റത് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ്. അത് വളരെ രാഷ്ട്രീയമായ നവോത്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള തീരുമാനമായിരുന്നു, ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനമായിരുന്നു, സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമായിരുന്നു. അതിനുവേണ്ടി കേരളത്തിൽ വലിയ വനിതാ മതിൽ തീർത്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയും സർക്കാരുമാണിത്. ആ സർക്കാരാണ് 4.5 വർഷം ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയിൽ സ്ത്രീകൾ വലിയ രീതിയിൽ സെക്ഷലി ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ട് 4.5 വർഷം അതിൻ്റെ മുകളിൽ അടയിരുന്നത്, അലമാരിൽ വെച്ച് പൂട്ടിയത്. ഒരർത്ഥത്തിലും സർക്കാരിന് ഇത് ന്യായീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഓരോരുത്തരായി ഇറങ്ങി എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഈ കമ്മിറ്റി ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയത് ഞങ്ങളാണ് എന്നാണ്. ശരിയാണ്. പക്ഷേ നിങ്ങൾ ഭരിക്കുമ്പോൾ ഒരു പെൺകുട്ടി അതിക്രൂരമായി കേരളത്തിൽ പീഡിപ്പിക്കപ്പെട്ടു. പട്ടാപ്പകൽ ഒരു പ്രധാനപ്പെട്ട ഫിലിം ആക്ട്രസ് ആണ് പീഡിപ്പിക്കപ്പെട്ടത്. അതിൻ്റെ ഭാഗമായിട്ട് വലിയ പ്രതിഷേധം കേരളത്തിലുണ്ടായി. നിങ്ങൾക്ക് ആക്ട് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ അങ്ങനെ ആക്ട് ചെയ്തപ്പോൾ പോലും ഒരു ജുഡീഷ്യൽ എൻക്വയറി അല്ല വെച്ചത്, മറിച്ചൊരു കമ്മിറ്റിയാണ് വെച്ചത്. അത് ആരുടെ സ്വാധീനത്തിൽ, ആരുടെ സമ്മർദ്ദത്തിൽ എന്ന് ഇനി പറയണം. എന്ന് മാത്രമല്ല, 4.5 വർഷം ഇതിൻ്റെ മേളിൽ അടയിരുന്നതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയണം. നിങ്ങൾക്കിങ്ങനെ ഞങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കി, ഞങ്ങളാണ് ഇതിനകത്ത് മുൻകൈ എടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിൽക്കാൻ കഴിയില്ല. ഇത് നിങ്ങളുടെ പിടിവിട്ട് പോയിരിക്കുന്നു. കോടതി ഇത് ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ വിചാരിക്കുന്നത് വരും ദിവസങ്ങളിൽ വളരെ ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ കോടതി എടുക്കുമെന്ന് തന്നെയാണ്. കോടതിയിൽ ഒരു നിരീക്ഷണം ഉണ്ടാവും. ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതി. ഈ കാര്യത്തിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നു എന്ന കാര്യത്തിൽ ഒരു സത്യവാങ്മൂലം സർക്കാർ നൽകണമെന്ന് പറയുമ്പോൾ തന്നെ കോടതി നിരീക്ഷണം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ നമ്മളുടെ ചോദ്യത്തിനുള്ള മറുപടി, ഇന്ന് ഈ സർക്കാരിനെ കോടതി പിടിച്ചുലച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. അത് പൊതുമനസ്സിൽ, കേരളത്തിലെ പൊതു ഇടങ്ങളിൽ ഒരു വലിയ ചർച്ചയുമായിട്ടുണ്ട്. ഇനി ഇരട്ടത്താപ്പും സമ്മർദ്ദവും ഒക്കെ ആയിട്ട് നിൽക്കാൻ കഴിയില്ല, ഒളിച്ചു കളിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കൈകൾ ശുദ്ധമാക്കണമെങ്കിൽ അതിശക്തമായ നടപടി എടുക്കണം. അതിനൊരു സ്റ്റേറ്റിന് ഉത്തരവാദിത്വമുണ്ട്. സ്റ്റേറ്റിൻ്റെ പൗരന്മാരാണ്, നിങ്ങളെ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിക്കുന്ന പൗരന്മാരാണ് ഈ സമൂഹത്തിലെ സ്ത്രീകൾ എന്ന് പറയുന്നത്. ആ സ്ത്രീകൾ തൊഴിലെടുക്കുന്ന ഇടത്തിൽ അവർ സുരക്ഷിതരല്ല എങ്കിൽ അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനാണ് നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത്, ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത്. ഈ പറയുന്ന ഭരണഘടനയുടെ പ്രത്യേകത എന്താ? ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്. ഇവിടെ ഡിഗ്നിറ്റിയോടുകൂടി ആളുകൾക്ക് ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുന്നത് എങ്കിൽ, ആ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എങ്കിൽ നിശ്ചയമായും നിങ്ങൾ ഇതിനകത്ത് ആക്ട് ചെയ്യാൻ നിർബന്ധിതമാണ്. ആക്ട് ചെയ്തില്ല എങ്കിൽ കോടതി നിങ്ങളെ നിർബന്ധപൂർവം നടപടികളിലേക്ക് സമ്മർദ്ദം ചെലുത്തി വിടുന്നൊരവസ്ഥയുണ്ടാകും. അത് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടും. നിങ്ങളുടെ എല്ലാ രാഷ്ട്രീയ നിലപാടുകളും ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് സർക്കാർ ഇനി അങ്ങോട്ട് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഉണർന്ന് പ്രവർത്തിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കോടതി സർക്കാരിനെ പിടിച്ചു എന്നാണ് ചോദ്യം. മറ്റ് ചർച്ചയിലേക്ക് വരാം. ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്. ഇടവേള ഇല്ലാതെയാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു വിഷയത്തിൽ അത് മാറിപ്പോയി. ഇടവേള നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാനത് ആലോചിച്ചത് ഇടവേളയിലേക്ക് എന്താണോ പോകുന്നത്. ഇടവേള ഒരു ശീലമായതുകൊണ്ട് ഇടവേള ഇല്ലാതെ നമ്മൾ ചർച്ച ചെയ്യാം. അപ്പോൾ അത് പ്രേക്ഷകരെ അറിയിക്കാനുള്ള ഒരു ഇടവേള ഇല്ല കേട്ടോ. ഇടവേള ഉണ്ട്. നാളെ വൈകിട്ട് വരെ ഇടവേളകളില്ലാതെ വാർത്തയും ചർച്ചകളും പ്രതികരണങ്ങളും കാണാം. പ്രേക്ഷകർക്ക് ഒരു സമ്മാനമായി കൊടുക്കുകയാണ്. കാരണം പ്രേക്ഷകർ ഇടവേളയില്ലാതെ നമ്മളെ കണ്ടു. കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാളെ പ്രേക്ഷകർക്ക് ഒരു വലിയ ബ്രേക്കിംഗ് കാത്തിരിപ്പുണ്ട്. ഇതടക്കം നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്ന ഒട്ടേറെ വെളിപ്പെടുത്തലുകളുണ്ട്. അത് ഇന്നും നാളെയും ഒക്കെ പ്രേക്ഷകർ കാണും. തീർച്ചയായിട്ടും നാളെ രാവിലെ മുതൽ നമ്മൾ തുടർച്ച ഇടവേളകളില്ലാതെ ഒരു ലൈവാത്തോണിലാണ് പ്രേക്ഷകരിലേക്ക് എത്തുക. അപ്പോൾ ഈ നിമിഷം മുതൽ ഇടവേളകളില്ലാതെ നമ്മൾ തുടരുകയാണ്. സ്മൃതി,
കോടതി സർക്കാരിനെ പിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ കോടതി സർക്കാരിനെ പിടിച്ചു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം വന്ന ഘട്ടം മുതൽ എങ്ങനെയാണ് സർക്കാരിന്റെ സമീപനം എന്തായിരുന്നു എന്നുള്ളത്. ആദ്യം സാംസ്കാരിക വകുപ്പിനെ സമീപിക്കുന്നു മാധ്യമപ്രവർത്തകർ, നമ്മളടക്കം. അതിനുശേഷം അവിടെ നിന്നും ലഭിക്കുന്നില്ല. പിന്നീട് വിവരാവകാശ കമ്മീഷനെ സമീപിക്കുന്നു, അവിടെയും തടസ്സം വരുന്നു. പിന്നീടും സമീപിക്കുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ സർക്കാർ എടുത്ത നിലപാട് നമ്മുടെ മുന്നിലുണ്ട്. വിവരാവകാശ കമ്മീഷനോട് തന്നെ സർക്കാർ എടുത്ത നിലപാട് നമ്മുടെ മുന്നിലുണ്ട്. ഏതായാലും അത് കഴിഞ്ഞ് റിപ്പോർട്ട് പുറത്തു വരുന്നതിനെതിരെ കോടതിയിൽ വന്നിരിക്കുന്ന 2 ഹർജികൾ, ആ ഹർജികൾ പരിഗണിക്കുന്നതുവരെ നിന്നുകൊണ്ടുള്ള സർക്കാരിൻ്റെ സമീപനം, ആ കാത്തുനിൽക്കൽ ആ സമയ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ആ സമയത്ത് സർക്കാരിൻ്റെ ആ കള്ളക്കളി കൃത്യമായി മനസ്സിലാകുന്ന തെളിവുകളാണ് അന്ന് പുറത്തു വന്നിട്ടുള്ളത്. ഒരു 2:30 എന്നുള്ള സമയം പറയുന്നു. 2:30 മുന്നേ 2 മണിക്ക് കോടതിയിലേക്ക് ഹർജി വരുന്നു. ഏതായാലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ചും ഈ വിഷയത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന എല്ലാ ഹർജികളിലും എടുത്തിരിക്കുന്ന നിലപാട് സിനിമയിലെ സ്ത്രീകൾക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും തന്നെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരണമെന്നും ഈ സമൂഹം ചർച്ച ചെയ്യണമെന്നുമാണ് അന്ന് സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. പിന്നീട് വന്ന 2 ഹർജികളിലും വന്ന തീരുമാനം നമുക്കറിയാം. ഇന്നിപ്പോൾ അവസാനത്തെ കാര്യം, ഇതിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം എന്താണ് സർക്കാർ എടുക്കാൻ പോകുന്ന നിലപാട്? സർക്കാർ കേസ് എടുക്കേണ്ടേ? സർക്കാരിൻ്റെ മുന്നിൽ വളരെ ശക്തമായ തെളിവുകൾ വന്ന് നിൽക്കുമ്പോൾ എന്താണ് സർക്കാർ മടിച്ചു നിൽക്കുന്നതെന്ന ചോദ്യം ചോദിക്കുമ്പോൾ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ പ്രതികരണം നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് പറഞ്ഞതല്ല, കഴിഞ്ഞ ദിവസം പറഞ്ഞത്. റിപ്പോർട്ട് രഹസ്യമായി സൂക്ഷിക്കണമെന്ന് ജസ്റ്റിസ് ഹേമ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ മാന്യത കാണിക്കുകയാണ്. ആരോട്? പുറത്തുവിടാത്ത രഹസ്യ വിഭാഗങ്ങളിൽ നടപടിയെടുക്കേണ്ടതുണ്ടെങ്കിൽ അത് കോടതി പറയട്ടെ. സ്ത്രീകൾക്ക് ദോഷകരമായ കാര്യമുണ്ടെങ്കിൽ പരാതി നൽകാം. ആർക്ക്? ഈ മൊഴി പേടിച്ചരണ്ട് ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ നൽകിയ അവരോട് പരാതി നൽകാമെന്ന് പറയുന്നു. അവർക്ക് കോടതിയെ സമീപിക്കാം. തൻ്റെ കാലത്തോ AK ബാലൻ മന്ത്രിയായിരുന്നപ്പോഴോ സിനിമാ രംഗത്തുള്ള ഒരു വനിതയിൽ നിന്നും പരാതി ലഭിച്ചിട്ടില്ല. അതൊരു വലിയ സംഭവമായി മന്ത്രി അവതരിപ്പിക്കുകയാണ്. ഇനി മുൻ സാംസ്കാരിക മന്ത്രി പറയുന്നതോ സ്വമേധയാ കേസെടുക്കാൻ ആകില്ല എന്നാണ്. പക്ഷേ അങ്ങനെയല്ല എന്ന് നമ്മുടെ മുന്നിൽ തന്നെ നിയമവിദഗ്ധർ പറഞ്ഞിട്ടുള്ളതാണ്. സർക്കാരും അത് ബോധ്യമുള്ളതാണ്. അപ്പോൾ സർക്കാർ ഈ കാര്യത്തിൽ ഞങ്ങളിതാ സ്വമേധയാ ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് മേൽ കോടതി പറയുന്നത് കൊണ്ട് ഞങ്ങളിത് ചെയ്യുകയാണ് എന്ന് ഈ പറയുന്ന ഇതിൽ പ്രതിപട്ടികയിൽ ചേർക്കപ്പെടുന്ന അല്ലെങ്കിൽ വേട്ടക്കാരെന്ന് നമ്മൾ സംശയിക്കുന്നവർക്ക് ഒരു ഉറപ്പ് നൽകുകയാണോ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ സർക്കാരിന് സ്വന്തം നിലയ്ക്ക് ഇക്കാര്യത്തിലൊരു നിലപാടില്ല. സർക്കാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സർക്കാരായാലും ഭരണപക്ഷമായാലും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ രാജ്യത്ത് തന്നെയുള്ള ആദ്യത്തെ ഒരു കമ്മിറ്റി, ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയല്ലോ. ആ കമ്മിറ്റിയിലേക്ക് എങ്ങനെയാണ് വന്നത്? WCC എന്ന സംഘടന രൂപീകരിക്കുന്നു. അതും രാജ്യത്ത് ആദ്യമാണല്ലോ. WCC എന്ന സംഘടന വരുന്നു. ആ സംഘടനയുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചതിൻ്റെ പ്രകാരമാണ് ആ കമ്മിറ്റി ഉണ്ടാകുന്നത്. ഇതിനൊക്കെ ശേഷം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ ഇരകൾക്ക് വേണമെങ്കിൽ പരാതി നൽകാം എന്ന് പറയുന്ന വാർത്താസമ്മേളനത്തിൽ ഒരു ഘട്ടത്തിൽ പോലും WCC എന്ന വാക്ക് ഉച്ചരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. പിന്നെ ഇന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞത് എന്താണ്? ഒരു കോൺക്ലേവ് നടത്തുന്നത്. കോൺക്ലേവ് ഇരകളും വേട്ടക്കാരും തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പ് ചർച്ചയാക്കാനാണോ ആലോചന എന്ന ചോദ്യം വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല, ഹേമ കമ്മിറ്റി ചർച്ച ചെയ്യാനല്ല കോൺക്ലേവ്. കോൺക്ലേവ് എന്തിനാണ്? സിനിമാ വ്യവസായത്തിൻ്റെ സമഗ്ര വികസനത്തിനാണ്. അപ്പോൾ സമഗ്ര വികസനം ചർച്ച ചെയ്യേണ്ട സമയമാണ് ഇതെന്നാണ് സർക്കാർ ഇപ്പോൾ കരുതുന്നത്. അപ്പോൾ സിനിമാ മേഖലയിലെ എല്ലാവരെയും വിളിച്ചിരുത്തി ഒരു വലിയ ചർച്ച, ഒരു ഉത്സവം, ഒരു ആഘോഷം എന്ന രൂപത്തിലേക്കൊരു ചർച്ച എല്ലാവർക്കും പറയാം, എല്ലാവർക്കും അഭിപ്രായം പറയാം. ഈ രൂപത്തിലൊരു കോൺക്ലേവാണ് ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് പാർവതി തിരുവോത്ത് ഇന്നലെ നമ്മളോട് പറഞ്ഞത് അങ്ങനെ ഇരിക്കാൻ ഞങ്ങളെ കിട്ടില്ല. കാരണം ഇവർ വിളിക്കാൻ പോകുന്ന സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രതിനിധി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ഹേമ കമ്മിറ്റിയെ തന്നെ സംശയിക്കുന്നുവെന്നും അവിടെ വന്ന് മൊഴി നൽകിയവർ യഥാർത്ഥത്തിൽ സിനിമാ പ്രവർത്തകരല്ലെന്നും വ്യാജ മൊഴികളാണ് നൽകിയിട്ടുള്ളത് എന്നും അത് പരിശോധിക്കണം, അതിനെതിരെ നിയമ നടപടി ആലോചിക്കുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഇവരുമായിട്ടാണോ ഇവർ ചർച്ചയ്ക്കിരിക്കേണ്ടത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അപ്പോൾ WCC ഒരുമിച്ചുള്ളൊരു തീരുമാനമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും, കാരണം അത് കോൺക്ലേവിനെ കുറിച്ച് അവർക്ക് വ്യക്തതയില്ലാത്തതുകൊണ്ടാണ് ഇവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അഭിപ്രായമായി പറയുന്നത് അവരങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കില്ല എന്ന് തന്നെയാണ്. കോടതി ഇന്ന് വളരെ കൃത്യമായി പറയുമ്പോൾ കോടതിയുടെ വാചകങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ വായിച്ചുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. പക്ഷേ അങ്ങനെ കോടതി പറഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ എന്തായാലും മുഴുവൻ റിപ്പോർട്ട്, അതായത് നമ്മൾ കാണാത്ത പേജുകളടക്കം കോടതിയുടെ മുന്നിലേക്ക് വരികയാണ്. അതിലപ്പുറം ഇപ്പോൾ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്ന തെളിവുകൾ നോക്കൂ. ഒരു വീടിനകത്ത് ഒരു പീഡനം നടക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ ഉപദ്രവിക്കുന്നു, ഒരു ശബ്ദം കേട്ടാൽ എവിടെന്നെങ്കിലും ഒരാൾക്ക് ഫോൺ ചെയ്ത് പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കാം. അപ്പോൾ നിങ്ങളിവിടെ പരാതി എഴുതി തരണമെന്ന് പോലീസ് പറയില്ലല്ലോ, പോലീസ് ആ വീട്ടിലേക്ക് ഇരച്ചെത്തില്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു പരാതി വരുന്ന ഘട്ടത്തിൽ പോലും പോലീസ് പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും തെളിവുകൾ വച്ചിട്ട് സർക്കാർ അനങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. അപ്പോൾ സോളിഡായ എവിഡൻസുകൾ സർക്കാരിൻ്റെ പക്കലുണ്ട്. ഈ എവിഡൻസ് ഒക്കെയാണ് കോടതിയിലേക്ക് പോകാൻ പോകുന്നത്. ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് പോലെയുള്ള
15 ലോബി, ആ ലോബിയെക്കുറിച്ചുള്ള വിവരങ്ങളും സർക്കാരിന് മുന്നിലേക്ക് എത്തുകയാണ്. അവരുടെ പേര് വിവരങ്ങളടക്കം പുറത്തുവിടണം, അവരെ കേസിൽ അവർക്കെതിരെ കേസ് എടുക്കണോ എന്നടക്കമുള്ള കാര്യങ്ങൾ കോടതി ആലോചിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്ര ഗുരുതരമായ തെളിവുകളുടെ മേലാണ് സർക്കാർ അടയിരിക്കുന്നത്. സർക്കാർ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. ഈ ഹേമ കമ്മിറ്റി പറയുന്നു, ഹേമ കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു ജിയോ പ്രകാരം രൂപീകരിച്ച ഒരു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കമ്മിറ്റിയില്ല, കമ്മിറ്റിക്ക് യാതൊരു അധികാരങ്ങളുമില്ല. ജസ്റ്റിസ് ഹേമയാണ് അയച്ചത്, കമ്മിറ്റി പോലുമല്ല രണ്ടാമത് കത്തയച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് ജസ്റ്റിസ് ഹേമ എല്ലാ ഘട്ടത്തിലും ഇരകളുടെ സ്വകാര്യതയെക്കുറിച്ച് വളരെ ഒരു ആശങ്കയോടുകൂടി തന്നെ ഒരു തരത്തിലും അവർക്ക് കുഴപ്പമുണ്ടാകരുത് എന്ന കൃത്യമായ ആലോചനയിലാണ് മൊഴിയെടുക്കൽ പോലും നടത്തിയിട്ടുള്ളത്. ആ ആശങ്കയുടെ പുറത്തായിരിക്കണം രണ്ടാമതും കത്തയച്ചത്. നിങ്ങൾ നടപടികളിലേക്ക് കടക്കുമ്പോൾ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ എന്ന് പറയുന്നു. കോൺഫിഡൻഷ്യൽ എന്ന വാക്കിനെ അവർക്ക് ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാമെന്നുള്ളത്. ഇനിയിപ്പോൾ കോൺഫിഡൻഷ്യലിറ്റി ആണെങ്കിൽ തന്നെ അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത് അല്ലേ? അത് പിന്നെ ഹേമ കമ്മിറ്റിക്ക് പിന്നെ റോളേ ഇല്ല. അപ്പോൾ ഹേമ കമ്മിറ്റി എന്ന് പറയുന്നതും ഹേമ കമ്മിറ്റി പറയുന്നത് കൊണ്ട് ഞങ്ങളെല്ലാം അനുസരിക്കുന്നു എന്ന മട്ടിൽ സർക്കാർ പറയുന്നത് പരിഹാസ്യമെന്നാണ് അതിൽ പറയാവുന്ന വാക്ക്. ഏതായാലും കോടതി സർക്കാരിനെ പിടിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് സീൽ വെച്ച കവറിൽ ഈ തെളിവുകൾ മുഴുവൻ കോടതിയുടെ മുന്നിലേക്ക് എത്തുകയാണ്. അത് പ്രകാരം കോടതി തീരുമാനിക്കും എന്തൊക്കെ കാര്യങ്ങൾ ഇനി പുറത്തു വരണമെന്ന്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കോടതി ഇന്ന് സർക്കാരിനെ പിടിച്ചു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യം നമ്മുടെ സംസ്ഥാനത്ത് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട മേഖലകളിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ അവരുടെ ആത്മാഭിമാനം സംരക്ഷിച്ചു പിടിച്ചത് ഇവിടെയുള്ള ഇടതുപക്ഷ പ്രവർത്തകരടക്കമുള്ളവരുടെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലൂടെ, അവർ വിയർപ്പിറ്റ് നേടിയ സമരങ്ങളിലൂടെയാണ് എന്നത് നമ്മൾ മറന്നുപോകാൻ പാടില്ല. റാട്ടുതിരിക്കുന്ന കയർ തൊഴിലാളിയുടെ ജീവിതത്തിൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചത്, ആ റാട്ടുപിരിക്കുന്ന ഒരു കയർ യുവതിയുടെ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിച്ച് ജന്മിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്ദേശലക്ഷ്യങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിച്ചു പിടിച്ചത് ഇവിടുത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളാണ്. കർഷകരെ ജന്മിയുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, ജന്മിയുടെ പുരയിടത്ത് കുടിയിടപ്പിന് പോയിരുന്ന സാധാരണ കുടിയാൻ്റെ പെണ്ണിന് മാനാഭിമാനമുണ്ടെന്ന് പറഞ്ഞത് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരാണ്. അവന് ഭൂമി കിട്ടുമ്പോഴാണ് അവൻ്റെ പെണ്ണിനും അവകാശവും മാനവും കിട്ടുന്നതെന്ന് തീർപ്പ് കൽപ്പിച്ചത് ഇവിടുത്തെ ഇടതുപക്ഷമാണ്. അങ്ങനെയുള്ള ഇടതുപക്ഷം ഏതു മേഖലകളിലും നിങ്ങൾ നോക്കൂ, അവിടെ അസംഘടിതരായ ഒരു വർഗത്തെ സംഘടിപ്പിച്ച് നിർത്തി അങ്ങനെ ഒരു വർഗസമരത്തിലൂടെ ആ ഒരു സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യവും ആത്മാഭിമാനവും ഉയർത്തിപ്പിടിച്ച ചരിത്രമുള്ള കേരളത്തിൽ മറ്റെല്ലാ മേഖലകളിലും സാമൂഹികമായി സ്ത്രീകൾക്ക് വലിയ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാനുള്ള പോരാട്ടങ്ങൾ നമ്മൾ നടത്തി. പക്ഷേ പലരും അത് വിജയിക്കാതെ പോയി, ചിലത് ഭാഗികമായി വിജയിച്ചു. പക്ഷേ അപ്പോഴും ഇടതുപക്ഷത്തിന് പറയാനൊരു ചരിത്രമുണ്ടായിരുന്നു. ആ ചരിത്രം എന്ന് പറയുന്നത് അങ്ങനെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന തൊഴിലാളി വർഗത്തിൻ്റെ പ്രതിനിധികളെ മാറോടണച്ച് ചേർത്തു പിടിച്ച ചരിത്രം കേരളത്തിൻ്റെ ഇടതുപക്ഷ സർക്കാരിനുണ്ടായിരുന്നു. ആ സാഹചര്യമാണ് സിനിമാ മേഖലയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഉന്നതന്മാരും നക്ഷത്രങ്ങളുള്ളവരുമായ മനുഷ്യർ ഈ സമൂഹത്തിൽ നടത്തുന്ന ഏറ്റവും ക്രൂരമായ ലജ്ജാകരമായ ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ മുന്നിൽ ഒരു ഇടതുപക്ഷ സർക്കാർ പകച്ചു നിൽക്കുന്നു എന്നുള്ളത് എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ സർക്കാർ ഇങ്ങനെയൊരു കമ്മിറ്റി നിയോഗിക്കുമ്പോൾ നമ്മൾ വളരെയധികം അഭിമാനം പൂണ്ടവരാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ രാജ്യത്ത് ഇതാദ്യമായിട്ടാണ് ചലച്ചിത്ര മേഖല പോലെ പവറും ഗ്ലാമറും ഒരേപോലെ സ്വാധീനവും നിൽക്കുന്ന ഒരു മേഖലയെ ലൈംഗിക ചൂഷണം അടക്കമുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിർഭയം ഈ സർക്കാർ തീരുമാനിക്കുന്നത്. ആ സർക്കാർ തീരുമാനം എടുക്കുമ്പോൾ നമ്മളതിനെ പൂർണ്ണമായും പിന്തുണച്ചവരാണ്, നമ്മൾ അഭിനന്ദിച്ചതാണ്. പക്ഷേ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്നിപ്പോൾ സർക്കാരിന് വലിയ സമ്മർദ്ദമായി മാറുന്നു എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയും ആശ്ചര്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ എൻ്റെ രണ്ട് വാദങ്ങൾ, ഒന്ന്, ഇത് കേരളത്തിൻ്റെ ഇടതുപക്ഷം നമ്മുടെ ചരിത്രത്തോട് കാട്ടുന്ന നീതിയല്ല എന്നുള്ളതാണ്. മറ്റെല്ലാ ഇടങ്ങളിലെയും, അതാണ് ഞാൻ കയർ വ്യവസായത്തെക്കുറിച്ച് പറഞ്ഞത്, കശുവണ്ടി വ്യവസായത്തെക്കുറിച്ച് പറഞ്ഞത്, തീരദേശ മേഖലകളിലുള്ളവരുടെ ചൂഷണങ്ങളിൽ നിന്ന് ഈ സമൂഹത്തെ ചേർത്തു പിടിച്ചത്, കർഷക സമൂഹങ്ങളെ മോചിപ്പിച്ചത് ഒക്കെ ഇവിടുത്തെ ഇടതുപക്ഷം കൂടിയാണ് എന്ന ബോധ്യമുള്ളൊരു സർക്കാർ സിനിമാ മേഖലയിലേക്ക് വരുമ്പോൾ മാന്യത സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. സിനിമാ മേഖലയിലേക്ക് വരുമ്പോൾ പ്രൈവസിയുടെ പേരിൽ വേട്ടക്കാരന് അവസരം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കണം. 4.5 വർഷക്കാലം ഈ ഒരു റിപ്പോർട്ട് പൊതുസമൂഹത്തിൻ്റെ മധ്യത്തിൽ വരാതെ ഇരുന്നപ്പോൾ സംഭവിച്ചൊരു ഗുരുതരമായ വീഴ്ചയുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ, ആഴത്തിൽ ചിന്തിച്ചാൽ ഇത് വളരെ ഭയാനകമാണ്. എന്താണെന്നറിയാമോ? ഈ 4.5 വർഷം ഈ റിപ്പോർട്ടിൽ പേരു പറഞ്ഞിരിക്കുന്ന പെൺകുട്ടികൾ ഏതു രീതിയിലാണ് ഇവിടെ ജീവിച്ചത് എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുമോ? അവർ ഈ പറഞ്ഞ തെളിവുകൾ കൊടുത്തിട്ടുണ്ട് കമ്മിറ്റിക്ക് മുന്നിൽ. രഞ്ജിനിയെ ഞാൻ അതാണ് കുറ്റപ്പെടുത്താത്തത്. രഞ്ജിനിയുടെ ആശങ്ക താൻ കൊടുത്ത തെളിവുകൾ തനിക്കെതിരെ ഈ അധികാരത്തിലിരിക്കുന്നവർ ഉപയോഗപ്പെടുത്തുമോ എന്നാണ്. നമുക്ക് നിഷ്കളങ്കമായി ചോദിക്കാൻ പറ്റും, ആ തെളിവ് ഭദ്രമല്ലേ?
ആരുടെ കയ്യിൽ? ഹേമ കമ്മിറ്റിയുടെ കയ്യിൽ. എവിടെയായി റിപ്പോർട്ട് ഇരിക്കുന്നതെന്ന് അറിയാമോ? ഹേമ കമ്മിറ്റി കൊടുത്ത ഈ തെളിവുകളും റിപ്പോർട്ടുകളും 4.5 വർഷം മുമ്പ് സർക്കാരിൻ്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ട് സർക്കാരിൻ്റെ പ്രതിനിധികൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഉണ്ണി ബാലകൃഷ്ണൻ, നിശ്ചയം ഉദ്യോഗസ്ഥന്മാർ കണ്ടിട്ടുണ്ടാവില്ലേ? മന്ത്രിമാർ കണ്ടിട്ടുണ്ടാവില്ലേ? അതിന്റെ കോപ്പികൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കോപ്പികൾ കണ്ടിട്ടുണ്ടാവില്ലേ? എന്ന് പറഞ്ഞാൽ 4.5 വർഷം മുമ്പ് വലിയ കുറ്റകൃത്യങ്ങളുടെ, വലിയ ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ, സമൂഹത്തിൽ മാന്യത തടിച്ചു നിൽക്കുന്ന താരങ്ങളടക്കമുള്ളവർ നടത്തിയ കുറ്റകൃത്യങ്ങളുടെ തെളിവുകൾ ഈ സർക്കാരിൻ്റെ കയ്യിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും മന്ത്രിമാരും കണ്ടു എന്നിരിക്കെ ആ പ്രതികളായിരിക്കുന്നവരുമായി പിന്നീട് 4.5 വർഷക്കാലം ഇവരിൽ ആരെങ്കിലും സംസാരിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് പറ്റുമോ ഉണ്ണി ബാലകൃഷ്ണൻ? ഒരു നിർവാഹമില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയുമായി ഏതെങ്കിലും ഇതേ ആ തെളിവ് കണ്ടിരിക്കുന്ന ഒരു ജനപ്രതിനിധിയോ ഒരു മന്ത്രിയോ ഒരു ഉദ്യോഗസ്ഥനോ ഒരു അവാർഡ് നൈറ്റിൽ ഒരു അവാർഡ് നിശയിൽ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിരുന്ന് സെൽഫിയും ഫോട്ടോയും എടുത്തിട്ടില്ല എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? കഴിയില്ല. അങ്ങനെ തന്നെ പീഡിപ്പിച്ച ഒരു പ്രമുഖനുമായി ഈ സംസ്ഥാനത്തെ ഒരു മന്ത്രിയോ ഒരു ഉദ്യോഗസ്ഥനോ കൈകൊടുത്ത് പുഞ്ചിരിച്ചു നിൽക്കുന്ന ചിത്രം കാണേണ്ടി വരുന്ന ഈ ഇരയുടെ അവസ്ഥ എന്താണെന്ന് പ്രേക്ഷകർക്ക് ഊഹിക്കാൻ കഴിയുന്നതല്ലേ ഉള്ളൂ. ഇതിലെ ഈ 4.5 വർഷക്കാലം ഇത് വൈകിയതുകൊണ്ടും അതിന്മേൽ നടപടിയെടുക്കാതിരുന്നത് കൊണ്ടും സംഭവിച്ചു പോയൊരു ദുരന്തത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ എന്താ അതാലോചിക്കാത്തത്? ഇരകളാക്കപ്പെട്ട ഈ 52ഓളം അതിജീവിതമാർ, അവർക്ക് ഈ സർക്കാരിൽ എങ്ങനെയൊരു ആത്മവിശ്വാസം ഉണ്ടാവുക? തങ്ങൾ ആർക്കെതിരെയാണോ മൊഴി കൊടുത്തിരിക്കുന്നത്, പ്രമുഖ നടനാണ്, ആ നടനുമൊപ്പം പല വേദികളിലും ഒരുമിച്ച് പങ്കിടുന്ന ഈ രാഷ്ട്രീയ നേതൃത്വം അവരോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല എന്നെങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കും? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവരുടെ സത്യപ്രതിജ്ഞാ ലംഘനമല്ലേ? ആ സത്യപ്രതിജ്ഞാ ലംഘനം ഈ സർക്കാർ നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പോലീസ് അന്വേഷിച്ചാൽ മാത്രം പറ്റുന്ന കേസാണോ? ഞാൻ ഈ പൊതുജന സമക്ഷം ആവശ്യപ്പെടുന്നത് ഇത് പോലീസ് മാത്രം അന്വേഷിക്കേണ്ട കേസല്ല. ഗുരുതരമായി സർക്കാരിന് ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്ന വീഴ്ച പോലീസിനും മുകളിലുള്ള ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. കാരണം അതിനു പിന്നിൽ ഈ പറയുന്ന വലിയ രീതിയിലുള്ളൊരു സംശയമുണ്ട്. ഈ സംശയം ഉണ്ടാവാനൊരു കാരണം കൂടിയുണ്ട്. ഇന്നിപ്പോൾ കോടതിയിലെത്തിയപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. അങ്ങ് നേരത്തെ വായിച്ച പാരഗ്രാഫിന് തൊട്ട് താഴെയുള്ളൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ഈ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുള്ളവർക്ക് ഹൗ ടു പ്രൊട്ടക്ട് ദീസ് വിക്ടിംസ് ഓഫ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ and what action can be taken against the perpetrators of the crime is something that this court requires to address എന്നാണ് ഹർജിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലൈംഗിക ചൂഷണത്തിനിരയായവരെ എങ്ങനെ സംരക്ഷിക്കാമെന്നും അങ്ങനെ ഇരയാക്കിയ വേട്ടക്കാർക്കെതിരെ എന്ത് നടപടിയെടുക്കാമെന്നും ഈ കോടതി തീരുമാനിക്കണമെന്നുള്ളതാണ്. വാട്ട് ഇസ് ദ റോൾ ഓഫ് ദി സ്റ്റേറ്റ് സർ? ഇവിടുത്തെ നമ്മുടെ ഭരണകൂടത്തിൻ്റെ, സ്റ്റേറ്റിൻ്റെ, ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? അടിസ്ഥാനമായി ലൈംഗിക ചൂഷണത്തിനിരയായി തീർന്നിരിക്കുന്ന ഇരകളെ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ 4.5 വർഷത്തിന് ശേഷം ഒരു കോടതി ഉത്തരവിന് വേണ്ടി കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അബ്സല്യൂട്ട്ലി ദർ ഈസ് നോ സ്റ്റേറ്റ്. മമതാ ബാനർജിയെക്കുറിച്ച് പറയുന്നത് പോലെ ഇവിടെ ഒരു നീതിന്യായ സംവിധാനം അതിദയനീയമാം വിധം പരാജയപ്പെട്ടു എന്ന് നമ്മൾ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വിധി വളരെ നിർണായകമാകുന്നതും സർക്കാരിനെ പിടിച്ചിരിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞതും. ഈ 2 കാര്യങ്ങൾ 4.5 വർഷം കൊണ്ട് ഈ കുറ്റകൃത്യം നടത്തിയ പ്രതികളുമായി ഈ കുറ്റകൃത്യത്തെ കുറിച്ചുള്ള സമഗ്ര റിപ്പോർട്ട് കണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോ ഈ നേതാക്കന്മാരോ ഈ പ്രതികളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അവർ ഈ റിപ്പോർട്ട് കണ്ടിട്ടുണ്ട്, ഈ റിപ്പോർട്ടിലെ തെളിവുകൾ കണ്ടിട്ടുണ്ട്, അത് ആർക്കെതിരെയാണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നവരാണ് എന്ന് തന്നെയാണ് ഞാൻ അനുമാനിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഗുരുതരമായ വീഴ്ചയാണ് എന്നതാണ് ആദ്യത്തെ ഭാഗം. രണ്ടാമത്തെ ഒരു ഭാഗം കൂടിയുണ്ട്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ കൃത്യമായി സൂചിപ്പിച്ചു. ഇതിലെ പേജ് നമ്പർ പാരഗ്രാഫ് 12 ഏതൊക്കെയാണ് ഈ കുറ്റകൃത്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് വിവരിക്കുന്നതിൻ്റെ ഒരു ഭാഗത്ത് വളരെ വ്യക്തമായി പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 75 സെക്ഷൽ ഹരാസ്മെൻറ്റിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ സെക്ഷൽ ഹരാസ്മെൻറ്റിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് എന്തൊക്കെയാണ് സെക്ഷൽ ഹരാസ്മെൻ്റ് ആയിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്, അതിൻ്റെ നിർവചനത്തിൽപ്പെടുന്ന ഭാഗങ്ങൾ ഇവയാണ്. നമ്പർ 1, സെക്ഷൽ ഹരാസ്മെൻറ്റിൽ ഏതെങ്കിലും തരത്തിൽ ലൈംഗികമായിട്ടുള്ളൊരു ക്ഷണം, ഒരു ലൈംഗിക പ്രവൃത്തി, ഒരു ഫിസിക്കൽ കോൺടാക്ട് ആൻഡ് അഡ്വാൻസസ് ഇൻവോൾവിങ് അൺവെൽക്കം ആൻഡ് എക്സ്പ്ലിസിറ്റ് സെക്ഷൽ ഓവർടോൺസ് എന്നാണ് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ശാരീരികമായി സ്പർശിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ലൈംഗിക വൃത്തിക്ക് വേണ്ടി ക്ഷണിച്ചുകൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബോഡി ആക്ഷൻ തന്നെ ഉണ്ടെങ്കിൽ അത് ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റിൻ്റെ പരിധിയിൽപ്പെടും. അങ്ങ് നേരത്തെ വായിച്ച ആ 17 ലിസ്റ്റുകളുണ്ടല്ലോ, ആ നീണ്ട 17 ലിസ്റ്റുകളിൽ പറയുന്ന പല പ്രധാനപ്പെട്ട കാര്യങ്ങളും 4 കാര്യങ്ങളും ഈ ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 75(1) അട്രാക്ട് ചെയ്യുന്നതാണ് എന്ന് പറയുമ്പോൾ ഒരു കുറ്റകൃത്യം FIR രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന ചോദ്യം അതിനുള്ള ഉത്തരമാണ്.
ഈ പറയുന്ന ഈ നീണ്ട ലിസ്റ്റ് ഈ ജസ്റ്റിസ് ഹേമ പുറത്തേക്ക് വിടുമ്പോൾ ആ ലിസ്റ്റിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 75 അട്രാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇതിനകത്ത് ജസ്റ്റിസ് ഹേമ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതിലൊരു ഭാഗത്ത് പറയുന്നുണ്ട് ഈ സെക്ഷൽ ഡിമാൻഡ്സ് മെയ്ഡ് ടു വുമൺ ഫോർ ദ വെരി എൻട്രി ഇൻ ടു ദ സിനിമ. സിനിമയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തുടക്കത്തിൽ തന്നെ സെക്ഷൽ ഡിമാൻഡ്സ് വരുന്നു എന്നുള്ളതാണ്. ഇത് 75 പ്രകാരം ഒരു അഡ്വാൻസസ് ഇൻവോൾവിംഗ് അൺവെൽക്കം ആൻഡ് എക്സ്പ്ലിസിറ്റ് സെക്ഷൽ ഓവർടോൺസ് എന്നാണ്. നമ്പർ 2, എ ഡിമാൻഡ് ഓർ റിക്വസ്റ്റ് ഫോർ സെക്ഷൽ ഫേവേഴ്സ്, അതും ഇത് അട്രാക്ട് ചെയ്യും. ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പാരഗ്രാഫ് 53(1). രണ്ടാമത്തത്, സെക്ഷൽ ഹരാസ്മെന്റ്, അബ്യൂസ്, അസോൾട്ട് അഗെയിൻസ്റ്റ് വിമൻ അറ്റ് വർക്ക് പ്ലേസ്. അത് പോഷന്റെ പരിധിയിൽപ്പെടുന്നതാണ്, കൃത്യമായും FIR ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു FIR ഇടുന്നതിൻ്റെ പ്രഥമമായിട്ടുള്ള കാര്യം, പ്രാഥമികമായിട്ട് സംഭവിച്ചിട്ടുള്ള കുറ്റകൃത്യം ഉണ്ടെന്ന് പറയുന്നത് ആരാണ്? സർക്കാർ നിയോഗിച്ച കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ ക്രെഡിബിലിറ്റി എന്താണ്? തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി പറയുന്നുവെന്ന് കമ്മിറ്റി തന്നെ പറയുന്ന ഒരു കുറ്റകൃത്യം, ആ കുറ്റകൃത്യം സ്റ്റേറ്റിൻ്റെ പക്കൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുമ്പോൾ BNSന്റെ 75(1) അട്രാക്ട് ചെയ്യുന്ന കേസാണ്. അടുത്തത്, ഷോയിങ് പോണോഗ്രാഫി അഗെയിൻസ്റ്റ് ദ വിൽ ഓഫ് എ വുമൺ. ഈ പറയുന്ന ക്ലിപ്പിലൊരെണ്ണം പറഞ്ഞിട്ടുണ്ട്, നഗ്ന ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തു നായക നടൻ എന്നാണ് പറയുന്നത്. അത് സെക്ഷൻ 75ന്റെ സെക്ഷൻ 3 അട്രാക്ട് ചെയ്യുന്നതാണ്. മേക്കിംഗ് സെക്ഷലി കളേർഡ് റിമാർക്സ്, 3 പാരഗ്രാഫുകളിലാണ് അശ്ലീല പരാമർശങ്ങൾ, വൾഗർ കമൻസുകൾ എങ്ങനെയാണ് പറയുന്നത് എന്ന് ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. BNSന്റെ സെക്ഷൻ 75(1) അട്രാക്ട് ചെയ്യുന്ന പല കേസുകളും കൃത്യമായി ഈ റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഒരു FIR രജിസ്റ്റർ ചെയ്യാത്തത് എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് മറ്റൊരു ചോദ്യം വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട്, ആര് ചെയ്തു എന്ന് എഴുതിയിട്ടില്ലല്ലോ, അത് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സാർ 96-ാമത്തെ പേജിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് നേരത്തെ പറഞ്ഞതിൻ്റെ ഭാഗത്തിൽ പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. 96-ൽ പറയുന്നുണ്ട് ആരാണ് വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ആളുകൾ ഈ കുറ്റകൃത്യം കമ്മിറ്റ് ചെയ്യുമ്പോൾ. On analysis of the evidence placed before us, we are satisfied that women face sexual harassment even from very well-known people in the film industry. എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ വേഗാണെന്ന് പറയാം. എന്നിട്ട് അടുത്ത ഭാഗം പറയുന്നു, who were named before the committee. പേര് കൊടുത്തിട്ടുണ്ട്, ആരാണ് വേട്ടക്കാരെന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേട്ടക്കാരുടെ ലിസ്റ്റുണ്ട്, അവർ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ട്, ഇനി അതിന് തെളിവും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് സാർ ഈ രാജ്യത്തെ ലളിത് കുമാരി കേസിന് ശേഷം ഒരു FIR ഇടാനുള്ള തടസ്സം? 2012 ലളിത് കുമാരി ജഡ്ജ്മെന്റിൽ എന്താ പറയുന്നത്? ഒരു FIR ഇടുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാഥമികമായ അന്വേഷണം നടത്തണമെന്ന് പോലുമില്ല. സീറോ FIR ഇടാം നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ BNS വരുമ്പോൾ. എന്തുകൊണ്ടാണ് സർക്കാർ അതിന് ശ്രമിക്കാഞ്ഞു പോയത്? അവിടെയാണ് കോടതി പറയുമ്പോൾ കേസെടുക്കാമെന്ന നിലപാടോ കോടതിയിലേക്ക് പോയാൽ പിന്തുണയ്ക്കാമെന്ന നിലപാടോ പറയാൻ സർ നമ്മുടെ നാട്ടിലൊരു ഭരണകൂടത്തിൻ്റെ ആവശ്യമില്ല, ഒരു സ്റ്റേറ്റിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ കോടതി ഭരിച്ചാൽ പോരെ. അവിടെയാണ് ഈ സർക്കാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ വലിയ ചരിത്രമുറങ്ങുന്ന കേരളത്തിൻ്റെ മണ്ണിൽ ഈ സർക്കാർ ഈ റിപ്പോർട്ടിന്മേൽ കാണിച്ചിരിക്കുന്ന ഒരു പക്ഷേ ഒരു ജാഗ്രതയില്ലായ്മ, ഒരു വലിയ നിസ്സംഗതയും ആലസ്യവും ജാഗ്രതയില്ലായ്മയും. ജാഗ്രതയില്ലാത്തത് കൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വരുന്നത്. മാത്രമല്ല പ്രത്യേക താല്പര്യങ്ങളും ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാനാവാത്ത റിമാർക്സുകളും ഉണ്ടാവുന്നു എന്നുള്ളത് അതീവ ഖേദകരമാണ്, ദയനീയമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അത് പ്രത്യേകിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അബദ്ധങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. എന്താണ്? പുറത്തുവിടാത്ത രഹസ്യഭാഗങ്ങളിൽ നടപടി എടുക്കേണ്ടതുണ്ടെങ്കിൽ കോടതി പറയട്ടെ. സർ, അങ്ങേ പിന്നെ എന്തിനാണ് ഈ സർക്കാരിനെ എന്തിനാണ് നമുക്ക് എതിര് പറയുന്നു? സ്വമേധയാ കോടതിയെ സമീപിക്കാം. അത് ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞിട്ട് വേണോ സാധാരണ ജനങ്ങൾക്കറിയാൻ? സർ, അവർക്ക് പറയാനാവാത്ത വിധം ഭീതി അവരെ ചൂഴ്ന്നു നിൽക്കുന്നു. അവരെ അതിൽ നിന്നാണ് സംരക്ഷിക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരു കേസ് ഈ കാര്യത്തിൽ വേണമെന്നുള്ളത് നമ്മളടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത്. തീർച്ചയായും കോടതി അതിൻ്റെ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, സർക്കാരിനെ പിടിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വാദം. സുജയ, സർക്കാരിൻ്റെ കണ്ണ് തുറക്കാൻ വേണ്ടി കോടതി ഒന്ന് കണ്ണുരുട്ടി, അതാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം തുറക്കില്ല എന്ന് പറഞ്ഞ് മുറുക്കി അടച്ചു നിൽക്കുകയായിരുന്നു മുഖ്യമന്ത്രി മുതൽ സാംസ്കാരിക മന്ത്രി വരെ ഉള്ള ആളുകൾ. ഇടയ്ക്കെങ്കിലും ഒരു പകുതിയെങ്കിലും തുറക്കാൻ ശ്രമിച്ച ഒരേ ഒരാൾ മന്ത്രി KN ബാലഗോപാലാണ്. ബാക്കിയുള്ളവരെല്ലാം നിങ്ങൾ എത്ര നിർബന്ധിച്ചാലും ഞങ്ങൾ തുറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറുക്കി അടച്ചിരിക്കുകയായിരുന്നു. അത് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എന്ന് മാത്രമല്ല, ഇതിനു മുൻപ് ഒന്നാം പിണറായി സർക്കാരാണല്ലോ ഈ കമ്മിറ്റിയെ വെച്ചത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണല്ലോ ഈ റിപ്പോർട്ട് കൈമാറിയത്. അപ്പോൾ റിപ്പോർട്ട് കൈമാറിയതിനു ശേഷം
രണ്ടാം പിണറായി സർക്കാരും വന്ന് രണ്ടാം പിണറായി സർക്കാരും താഴെ ഇറങ്ങി ഇനിയിപ്പോൾ മൂന്നാം പിണറായി സർക്കാരുണ്ടോ അല്ലെങ്കിൽ മൂന്നാമതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരുണ്ടോ എന്നതൊക്കെ തീരുമാനിക്കാൻ പോകുന്നേ ഉള്ളൂ ജനം. ആ തീരുമാനമെടുക്കാൻ എന്തായാലും ജനത്തിന് മുന്നിൽ നല്ല ഒരു അവസരം ഇപ്പോൾ സർക്കാർ തുറന്നു കൊടുത്തിട്ടുണ്ട്. സ്ത്രീപക്ഷം എന്നൊന്നും ഇനി വെറുതെ പേരിന് പോലും പറയേണ്ട. കുടിച്ച വെള്ളത്തിൽ നാട്ടുകാർ വിശ്വസിക്കാൻ പോകുന്നില്ല ഈ സർക്കാരിനെ എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. കോടതി സർക്കാരിനെ പിടിച്ചോ എന്നല്ല, കോടതി സർക്കാരിനെ അങ്ങോട്ട് കീറി അങ്ങോട്ട് നാട്ടുകാരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. ഇതാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവുണ്ടായിരുന്നില്ലല്ലോ. കൃത്യമായി പറഞ്ഞത് ഞങ്ങൾ പഠിക്കാനായിട്ടാണോ അല്ലെങ്കിൽ പഠിച്ചതിന് ശേഷം വന്ന ഒരു റിപ്പോർട്ടിനകത്തെ കാര്യങ്ങൾ അറിയില്ല, കണ്ടില്ല, നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4.5 വർഷം മുൻപ് കിട്ടിയതാണല്ലോ റിപ്പോർട്ട്. അത് ഇതുവരെ പഠിക്കാൻ സമയമായില്ല എങ്കിൽ ഇനി എന്നാണ് പഠിക്കുക? അതുകൊണ്ടാണ് കോടതി ഇങ്ങ് കൊണ്ടുപോവാ, പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞത്. അതായത് പകുതി അങ്ങ് മാറ്റി വെക്കേണ്ട, വിവരാവകാശ കമ്മീഷണർ പറഞ്ഞ ഭാഗങ്ങൾ മാത്രമാണോ നിങ്ങൾ മാറ്റിയത്? അതൊന്നും കോടതിക്ക് അറിയേണ്ട. കോടതി പറഞ്ഞത് ഹേമ കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് എന്താണോ ആ റിപ്പോർട്ടിന്റെ ഒരു കോപ്പി ഒരു കവറിലാക്കി ഇങ്ങ് കൊണ്ടുവരാൻ പറഞ്ഞു. ആ കവറിലാക്കി കൊണ്ടുവന്നതിന്മേൽ ഇനി കോടതി പറയും എന്താണ് ചെയ്യേണ്ടതെന്ന്. കാരണം സർക്കാരിന് പഠിക്കാൻ സമയമില്ലല്ലോ, കോടതിക്ക് പഠിക്കാൻ സമയമുണ്ട്. കോടതി ഇന്ന് കൃത്യമായ ഒരു സ്റ്റാൻഡ് ആ വിഷയത്തിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യമാണ് ഏറ്റവും പ്രസക്തം. കുറ്റവാളികളെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം ബോധപൂർവം ഇവിടെ നടക്കുന്നുണ്ട്. ആ കുറ്റവാളികളെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം ഒരു സിസ്റ്റത്തിൽ നടക്കുമ്പോൾ അതിന്മേൽ തുറന്ന കണ്ണോടുകൂടി നോക്കിയിരിക്കുന്ന പൊതുജനം ആദ്യം അത് ശ്രദ്ധിക്കും, പിന്നെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കും. ഇപ്പോൾ കോടതിയും അത് ശ്രദ്ധിച്ചിരിക്കുന്നു. കോടതി അക്കാര്യത്തിൽ കൃത്യമായ ഒരു സ്റ്റാൻഡ് എടുക്കുകയാണ്. ഇവിടെ ഇന്ന് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് ഈ ക്രിമിനൽ പ്രൊസീഡിങ്സ് തുടങ്ങുന്നതിന്, അതായത് സെക്ഷൽ ഒഫൻസസ് ഈ റിപ്പോർട്ടിൽ ഉണ്ടല്ലോ, അങ്ങനെയാണല്ലോ അത് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സെക്ഷൽ ഒഫൻസസിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഈ റിപ്പോർട്ടിൻ്റെ പല ഭാഗങ്ങളിലായി നമ്മൾ പലതവണ ചർച്ച ചെയ്തതായതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കൃത്യമായി കോടതി പറഞ്ഞിരിക്കുന്നു, ദ റിപ്പോർട്ട് ഇൻഡിക്കേറ്റ്സ് സെക്ഷൽ ഹരാസ്മെന്റ് ആൻഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ എഗെയിൻസ്റ്റ് വിമൻ ഇൻ സിനിമ ഇൻഡസ്ട്രി. അത് ഈ റിപ്പോർട്ടിലുണ്ട് എന്നത് കോടതി ഇന്ന് വാദത്തിനിടയിലും പറയുന്നു, ഉത്തരവിലും ആ വാചകം എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ സെക്ഷൽ ഹരാസ്മെന്റും സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനും ഏത് സ്ഥലത്തായാലും ആർക്കെതിരെ ആയാലും നടന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? സാമാന്യഗതിയിൽ കേസെടുക്കണം. അപ്പോൾ ഇനി കേസെടുക്കണം പിള്ളേച്ച എന്ന് കോടതി പറഞ്ഞാലേ ഞങ്ങൾ അനങ്ങൂ എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കോടതി പറയട്ടെ എന്നത് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ സർക്കാരിനത് മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല. കാരണം അഡ്വക്കേറ്റ് കൂടിയായ ധനമന്ത്രി KN ബാലഗോപാൽ കോടതി ഇത് ഉത്തരവിടുന്നതിന് മുൻപ് തന്നെ, ഇടക്കാല ഉത്തരവ് വരുന്നതിന് മുൻപ് തന്നെ നല്ല രീതിയിൽ അത് പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞതിനൊരു തിരുത്ത് പോലെയാണ് ധനമന്ത്രി പറഞ്ഞത്. ഒരാളെങ്കിലും അറ്റ്ലീസ്റ്റ് പറഞ്ഞല്ലോ. കാരണം ഇടതു സർക്കാരിലുള്ള പ്രതീക്ഷ ആകമാനം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാതെ ഒരാളെങ്കിലും പറഞ്ഞല്ലോ എന്നുള്ളതാണ് ഞാൻ ആ പ്രതികരണത്തെ കാണുന്നത്. കാരണം സാംസ്കാരിക മന്ത്രി ആവർത്തിച്ചുകൊണ്ടേ കോടതിയുടെ ഉത്തരവ് വരുമ്പോഴും അദ്ദേഹത്തിന് വലിയ മാറ്റമൊന്നും ഞാൻ കാണുന്നില്ല. നമ്മൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞില്ലല്ലോ എന്നാണ് ഒടുവിൽ ന്യായീകരിക്കാൻ ശ്രമിച്ചത്. ഞാൻ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഈ ആളുകളുടെ സ്വകാര്യത, അവരുടെ അഡ്രസ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു അനോണിമിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അതാണല്ലോ ആകെയുള്ള മുന്നിലുള്ള കാര്യം. അത് ഇരയുടെ സ്വകാര്യത എന്ന് പറയുന്നത് മറ്റാരെങ്കിലും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാക്കി മാറ്റരുത്. ഇവിടെ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ടൂളാക്കി മാറ്റിയിരിക്കുന്നത് എന്തിനാണ്? ഇരയുടെ സ്വകാര്യത സംരക്ഷിക്കാൻ. അവർക്ക് പരാതി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ മനസ്സിലാക്കും, ഞങ്ങൾ പഠിക്കും, പഠിച്ചിട്ട് എന്ത് ചെയ്യും? ഭാവിയിൽ ഞങ്ങൾ അതൊക്കെ ശരിയാക്കും. ഈ 4.5 വർഷം മുൻപ് മൊഴി കൊടുത്ത സ്ത്രീകൾക്ക് അവർക്ക് ഇത്രയും കാലം നഷ്ടപ്പെട്ട അവസരങ്ങൾ ആര് തിരിച്ചു കൊടുക്കും? അവസരങ്ങൾ നഷ്ടപ്പെട്ടത് ഈ അഡ്ജസ്റ്റ്മെന്റിന് വഴങ്ങാത്തത് കൊണ്ടാണെന്നാണല്ലോ ഇവർ പോയി മൊഴി കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിന് വിളിച്ച ആളുകളെ കുറിച്ച് എങ്ങനെയൊക്കെ സെക്ഷൽ ഡിമാൻഡ്സ്, എവിടെ വരണം, എപ്പോൾ വരണം, എങ്ങനെ വരണം, എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവർ ആവശ്യപ്പെട്ടതെന്നുള്ളതിന്റെ തെളിവുകളാണല്ലോ കൊടുത്തത്. അതൊന്നും ഈ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷന്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന സെക്ഷൽ ഹരാസ്മെന്റിന്റെയോ ഒന്നും പട്ടികയിലോ പരിധിയിലോ വരില്ല എന്നാണോ സർക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത്? അങ്ങനെയാണോ സർക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത്? അതാണോ ഇനി പഠിക്കാൻ പോകുന്നത്? ആരെയാണ് പറഞ്ഞു പറ്റിക്കുന്നത്? ഇത്രയൊന്നും അറിയാത്ത മനുഷ്യരൊന്നുമല്ലല്ലോ. ഇതിനൊന്നും ഇരട്ടച്ചങ്കൊന്നും വേണ്ട. കുറച്ച് മനുഷ്യത്വമുള്ള ഒറ്റ ചങ്ക് മതി. ഇരട്ട ചങ്കാണ്, വടിവാളാണ് എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. മനുഷ്യത്വമുള്ള ഒരു ഒറ്റ ചങ്ക് മതി ഇക്കാര്യത്തിൽ. അതില്ല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇന്ന് കോടതി പറഞ്ഞതിലൂടെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. ഇത്രയും കാലം മാധ്യമങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഇതാ കോടതി കൃത്യമായിട്ട് ആ കാര്യം പറഞ്ഞിരിക്കുന്നു. കോടതി ഇതിലൊരു ഉത്തരവിലേക്കല്ല എത്തിയിരിക്കുന്നത്, പക്ഷേ കോടതി ഇതിൽ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ നടപടികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതായത് ഇഫ് എനി കോഗ്നിസിബിൾ ഒഫൻസസ് ആർ ഡിസ്ക്ലോസ് ടു ദ കമ്മിറ്റി വെദർ ക്രിമിനൽ ആക്ഷൻ ഈസ് നെസസറി ഓർ നോട്ട് വിൽ ഹാവ് ടു ബി ഡിസൈഡഡ് ബൈ ദിസ് കോർട്ട്. ഹൈക്കോടതി പറയും. ഹൈക്കോടതി അതിനാണ് റിപ്പോർട്ട് വിളിച്ചു വരുത്തുന്നത്. ആ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം എക്സിബിറ്റ്സ് അടക്കം, നേരത്തെ ഉണ്ട് സാർ വിശദമായി പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എക്സിബിറ്റ്സ് അടക്കമായി എക്സിബിറ്റ്സിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. അതുപോലെ തന്നെ അനക്ഷറായി വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതെല്ലാം ചേർന്നിട്ടുള്ള പൂർണ്ണമായ ആ ഒരു സെറ്റ്. ഇനി അതിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് മാറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും പൂർണ്ണമായ ആ രൂപം വേണം എന്നുള്ളതാണ്, കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം വേണം എന്നുള്ളതാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് കോടതി പരിശോധിക്കട്ടെ. കോടതി പരിശോധിച്ചിട്ട് ഇതിനകത്ത് സെക്ഷൽ ഫേവേഴ്സ് അല്ലെങ്കിൽ സെക്ഷൽ ഹരാസ്മെന്റ് ഇതൊന്നും നടന്നതിനുള്ള തെളിവുകളൊന്നും പര്യാപ്തമല്ല, ഇവരൊക്കെ ഈ പഠനത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ള വിലപ്പെട്ട വിവരങ്ങൾ മാത്രമാണ് എന്ന് കോടതി പറയുകയാണെങ്കിൽ നമുക്കത് അംഗീകരിക്കാം.
പക്ഷേ സർക്കാർ ആ രീതിയിലുള്ള കോടതി ഇന്നിപ്പോൾ വിളിച്ചു വരുത്തി പരിശോധിക്കാൻ കാണിച്ച ആ ഒരു അവധാനത, ഒരു മിനിമം മര്യാദയെങ്കിലും സർക്കാർ ഇക്കാര്യത്തിൽ കാണിക്കണമായിരുന്നു. ഈ റിപ്പോർട്ട് എടുത്തൊന്ന് വായിച്ചെങ്കിലും നോക്കാമല്ലോ. റിപ്പോർട്ട് വായിച്ചിട്ടില്ല, നോക്കട്ടെ, ഞാനത് കണ്ടിട്ടില്ല. ഇന്ന് കോടതിയിൽ പോയി പറഞ്ഞത് ഈ ഒഴിവാക്കിയ ഭാഗത്ത് എന്താണുള്ളതെന്ന് അറിയില്ല എന്നാണ്. അതെങ്ങനെയാണ് അറിയാതിരിക്കുക? സർക്കാരിൻ്റെ ഭാഗത്തേക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൈമാറുമ്പോൾ ഒഴിവാക്കാൻ പറഞ്ഞത് എന്തിനാണ്? സ്വകാര്യത മാനിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാനും ചർച്ച ചെയ്യപ്പെടാതിരിക്കാനും വേണ്ടിയാണ്. അത് ഇരയുടെ സ്വകാര്യതയ്ക്ക് വേണ്ടിയാണ് പുറത്തേക്ക് വിടാതിരുന്നത്. പക്ഷേ അകത്തിരിക്കുന്ന ഇക്കാര്യം കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക? കണ്ടിട്ടില്ല എന്നാണ് ഇന്ന് കോടതിയിൽ പോയി പറഞ്ഞത്. അതുപോലെ തന്നെ ഈ റിട്ട് പെറ്റീഷൻ കോടതി ഇന്ന് അഡ്മിറ്റ് ചെയ്യുന്നതിനോടൊപ്പം സർക്കാരിൻ്റെ സ്റ്റാൻഡ് ഇതിൽ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അടുത്ത മാസത്തേക്ക് അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ വനിതാ കമ്മീഷൻ ഇക്കാര്യത്തിൽ സുവമോട്ടോ ഉൾപ്പെടുത്തി, കക്ഷിയായി ഉൾപ്പെടുത്തി. അതിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞത് എന്താണ്? വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയുടെ പ്രതികരണം അതിനുശേഷം വരുന്നുണ്ടായിരുന്നു. അവരിപ്പോഴും ആ പരാതിയിൽ പിടിച്ചു തന്നെ നിൽക്കുകയാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗമായ, സർക്കാരിൻ്റെ തന്നെ ഒരു ബോഡിയായ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ ഇപ്പോഴും പരാതി വേണം. ഇര പോയി പരാതി കൊടുക്കുന്നതിനെക്കുറിച്ച് ഇന്നത്തെ വാദത്തിൽ, ഉത്തരവിൻ്റെ ഭാഗമല്ല എങ്കിലും വാദത്തിനിടയിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടതാണല്ലോ. കൃത്യമായി കോടതി ചോദിച്ചത് എന്താണ്? ഇര പോയി പരാതി കൊടുക്കണമെന്നാണെങ്കിൽ ഈ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകുമ്പോൾ പോലും ഭയമാണെന്ന് പറയുന്ന ഒരാൾ പരാതിയുമായി 4.5 വർഷം കഴിയുമ്പോഴേക്കും വീണ്ടും അതിൽ പോയി പിടിക്കാൻ നിൽക്കുമോ? ഒരുപക്ഷെ അവർക്കിപ്പോൾ അവസരങ്ങൾ കിട്ടുന്നുണ്ടാകാം. അല്ല എങ്കിൽ അവർ അന്ന് അനുഭവിച്ചതിൽ നിന്നും ഇപ്പോൾ കുറച്ചുകൂടി മലയാള സിനിമയിൽ മാറ്റം വന്നിട്ടുണ്ട്. പുതിയ ആളുകൾ പടങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ പണ്ട് നേരിട്ടിരുന്നത് പോലെയുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന പവർ ഗ്രൂപ്പ് മാത്രമല്ലാത്ത വിഭാഗങ്ങളും ശക്തി പ്രാപിച്ചു വരുന്ന സമയമാണല്ലോ. അപ്പോൾ ആ രീതിയിൽ അവസരങ്ങൾ കിട്ടുകയോ അല്ലെങ്കിൽ അവർ മറ്റൊരു ലൈവ്ലിഹുഡിലേക്ക് പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അവർ വീണ്ടും ഈ പരാതിയുമായി ഇതിന് പിന്നാലെ പോകണം, പരാതി കൊടുക്കണം എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല എന്നുള്ളത് ആർക്കും ബോധ്യപ്പെടുന്ന തരത്തിലാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള കമൻസ് ഒക്കെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കോടതി ഇക്കാര്യത്തിൽ എടുക്കാൻ പോകുന്ന സെപ്റ്റംബർ 10-ാം തീയതിയിലേക്കാണ്, 10/9/2024 പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനു മുൻപ് തന്നെ സർക്കാർ ഈ ഒരു കോപ്പി, മുഴുവൻ റിപ്പോർട്ടിന്, എൻ്റെ റിപ്പോർട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് സീൽഡ് കവറിൽ കോടതിക്ക് മുന്നാകെ കൊടുക്കണം. അതുപോലെ തന്നെ സർക്കാരിൻ്റെ സ്റ്റാൻഡ്, കേസ് എടുക്കുന്നതിൽ സർക്കാരിൻ്റെ സ്റ്റാൻഡും കൃത്യമായി 10-ാം തീയതിക്കുള്ളിൽ അറിയിക്കണം. അതായത് ഇനിയിപ്പോൾ ഒരു 18 ദിവസമാണ് ബാക്കിയുള്ളത്. ഇന്ന് 22-ാം തീയതിയാണ്. 18 ദിവസമാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് ചർച്ചയാകുന്നത്, അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് നിങ്ങൾ വെറുതെ വീണ്ടും ചർച്ച ചെയ്യുകയാണ് എന്നൊക്കെയുള്ള ഒരു സ്റ്റാൻഡ് ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അതായത് മാധ്യമങ്ങൾ ഇത് വെറുതെ ചർച്ച ചെയ്യുകയാണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ചർച്ചകളിലേക്ക് പോവുകയാണ്. ഇതിലെന്താണ് അർത്ഥമുള്ളത്? ഇവിടെ മൗനം തുടരുന്ന താരസംഘടനയെക്കുറിച്ച് എന്താണ് ആരും പറയാത്തത്? ഇനി ചർച്ച ചെയ്യേണ്ടത് മൗനം തുടരുന്ന താരസംഘടനയെക്കുറിച്ചാണ്. രാജാക്കന്മാരെ കുറിച്ചും പറയണം. അതെ, ഞാൻ അതിലേക്ക് വരികയാണ്. താരസംഘടനയും അതിന് നേതൃത്വം നൽകുന്ന ആളുകളും ഈ AMMAയുടെ ഔദ്യോഗിക ഭാരവാഹികളടക്കം ഇനി മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഇവരുടെ എല്ലാവരുടെയും പിന്നാലെ ക്യാമറയും കൊണ്ട് പോയിട്ടാണെങ്കിലും ഇവരുടെ പ്രതികരണം ഈ വിഷയത്തിൽ വേണം. കാരണം അവരുടെ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട പഠന റിപ്പോർട്ടല്ലേ വന്നിരിക്കുന്നത്. ആ പഠന റിപ്പോർട്ട് അവരൊന്ന് വായിക്കണ്ടേ? വായിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് വായിച്ചു കൊടുക്കാം. അവർ ആ റിപ്പോർട്ട് വായിക്കട്ടെ, അതിന്മേൽ അവരുടെ കമന്റ്സ് നമുക്ക് അറിയണ്ടേ. ഇത് പഠിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അത് പഠിക്കണം, പഠിച്ചിട്ട് ഉത്തരം പറയണം. അത് ഓരോരുത്തരും പറയണം. നല്ല വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ തന്നെയാണ് സിനിമാ മേഖലയിലുള്ളവർ. അതുകൊണ്ട് അവർക്ക് ഇത് വായിച്ച് മനസ്സിലാക്കാനും, പിന്നെ അവരുടെ ഇൻഡസ്ട്രി ആയതുകൊണ്ട് നമ്മളെക്കാൾ നന്നായി അവർക്ക് അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഇനി അവരെക്കുറിച്ചാണ് എന്നുണ്ടെങ്കിൽ അവർക്കത് ബോധ്യപ്പെട്ട് തിരുത്താൻ കഴിയും. അവരാണിത് വായിക്കേണ്ടത്. ഇപ്പോൾ നമ്മളിത് വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അവരല്ലേ വായിക്കേണ്ടത്? അവരല്ലേ ഇതേക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്? അവരല്ലേ ഇതേക്കുറിച്ച് പറയേണ്ടത്? അതിന് പകരം അവർ റിഹേഴ്സലിന് പോകുന്നു. റിഹേഴ്സലും കഴിഞ്ഞു, പരിപാടിയും കഴിഞ്ഞു. ഇപ്പോൾ ആ പരിപാടി കഴിഞ്ഞതിൻ്റെ ക്ഷീണവും കഴിഞ്ഞ് ഉറങ്ങി എണീറ്റ് ഇപ്പോൾ ഈ ചർച്ച കാണുന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട താരസംഘടനയിലെ ഭാരവാഹികൾ അടക്കമുള്ളവർ നിങ്ങൾ ഈ റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിക്കണം. അല്ലാത്ത പക്ഷം ഈ വേട്ടക്കാർക്കൊപ്പമാണ് നിങ്ങൾ എന്നുള്ളത് പൊതുജനം ആ രീതിയിൽ വിലയിരുത്തും. നിങ്ങളുടെ സിനിമകളെ ഞാൻ പറയട്ടെ, അവരുടെ സിനിമകൾ ഈ താര രാജാക്കന്മാരെ അല്ലെങ്കിൽ താര വിഗ്രഹങ്ങളെ അതിനെ സൃഷ്ടിക്കുന്ന ആരാ? പൊതുജനമാണ്. പൊതുജന സിനിമ കാണുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തീരും. ഒരഹങ്കാരവും നിലനിൽക്കില്ല. ഏത് മേഖലയായാലും പൊതുജനത്തിന് മുന്നിൽ തുറന്നു പറയാൻ, ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാൻ അവർ തയ്യാറാകണം. ആ ഒരു ആർജവം കാണിച്ചേ മതിയാകും. അല്ലാതെ ഇതുപോലെയുള്ള ഷോസ് നടത്തുന്നതോ അല്ലെങ്കിൽ സിനിമകൾ പിടിക്കുന്നതോ സിനിമകൾ ബോക്സ് ഓഫീസ് ആക്കുന്നതോ അതായത് 100 കോടി ക്ലബിലും 50 കോടി ക്ലബിലും ഒന്നും കയറി കൂടുന്നതൊന്നുമല്ല. അന്തസ്സോടുകൂടി ഉത്തരം പറയാൻ തയ്യാറാകണം. ഈ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇതിപ്പോൾ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി കോടതി നോക്കി. ഇവിടെ താരസംഘടന ഈ മൗനം വെടിയണം. എത്ര ദിവസമായി? 19-ാം തീയതി വന്നതല്ലേ, ഇന്ന് 22-ാം തീയതിയായി. പിറ്റേ ദിവസമാണല്ലോ ചോദിക്കുന്നത്. ഈ ഇത്രയും പേജുള്ള ഈ റിപ്പോർട്ട് വായിച്ച് മനസ്സിലാക്കാൻ ഒരു 3-4 മണിക്കൂറൊക്കെ ധാരാളമാണ്. ഒന്ന് ഇരുന്ന് വായിച്ചാൽ മതി. നല്ല വായനാശീലമൊക്കെയുള്ള സെറ്റുകളിലൊക്കെ പുസ്തകങ്ങളൊക്കെ കൊണ്ടുപോയി വായിക്കുന്ന വലിയ ടീമുകളൊക്കെ ഉണ്ടല്ലോ. അവർക്ക് ഈ റിപ്പോർട്ടൊന്ന് വായിക്കട്ടെ. അവരുടെ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അവരടങ്ങുന്ന ഒരു സമൂഹത്തെക്കുറിച്ചുള്ള ഒരു പഠന റിപ്പോർട്ടാണ്. അതിൽ ഒരു മാറ്റം വരുത്താൻ, ഒരു പ്രോഗ്രസീവായ സ്റ്റാൻഡ് എടുക്കാൻ അവർ തയ്യാറാണോ എന്നുള്ളതാണ് കേരളത്തിന് അറിയേണ്ടത്. അല്ലാത്ത
പക്ഷം എന്താ സംഭവിക്കുക? മലയാളം ചലച്ചിത്ര ലോകം പുറത്ത് ചർച്ചയാവുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് മാധ്യമങ്ങളിലെല്ലാം അടക്കം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ഉള്ളടക്കം വന്നിട്ടുണ്ട്. അത് പുറത്തൊക്കെ ചർച്ചയാവുന്നുണ്ട്, മറ്റ് ഇൻഡസ്ട്രികളിലും ചർച്ചയാവുന്നുണ്ട്. ഇവിടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി മൊത്തം ചീഞ്ഞളിഞ്ഞു കിടക്കുകയാണ്, മലയാളം ഫിലിം ഇൻഡസ്ട്രി റോട്ടനാണ് എന്ന് പറയാൻ എളുപ്പമാണ്. അങ്ങനെയല്ല, ഞങ്ങൾ അങ്ങനെയല്ല, അത്തരക്കാർക്കൊപ്പം ഞങ്ങളില്ല എന്ന് ആർജവത്തോടെ പറയാൻ കഴിയണം. എല്ലാവരും മോശക്കാരാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഇതിൽ മറുപടി പറയാൻ, അല്ല എങ്കിൽ ഈ റിപ്പോർട്ടിനെ കുറിച്ച് ഒന്ന് കമന്റ് ചെയ്യാൻ പോലും തയ്യാറാകാതെ മാറി നിൽക്കുമ്പോൾ നിങ്ങൾ ഇതിനൊപ്പമാണ്, അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയെ ഇങ്ങനെ റോട്ടനാക്കുന്നതിൽ നിങ്ങൾക്കൊക്കെ പങ്കാളിത്തമുണ്ട് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. സിനിമ ഇൻഡസ്ട്രിയിലെ മാൽ പ്രാക്ടീസസ് അത് മാത്രമല്ലല്ലോ, കഞ്ചാവ്, മയക്കുമരുന്ന്, കള്ള്, ഇതെല്ലാം കഴിഞ്ഞിട്ടാണല്ലോ വന്ന് ഈ അസഭ്യം പറയുന്നത്, മോശമായി പെരുമാറുന്നതും ഒക്കെ. അതൊക്കെ അങ്ങ് എന്റെ സെറ്റിൽ വേണ്ട എന്ന് എല്ലാ സൂപ്പർ താരങ്ങൾക്കും തീരുമാനിക്കാമല്ലോ. ഒരു സൂപ്പർ താരം പറഞ്ഞാൽ നായികയെ വരെ മാറ്റുന്ന കാലമാണല്ലോ, അല്ലെങ്കിൽ സംവിധായകരെ മാറ്റുന്ന കാലമാണല്ലോ. അപ്പോൾ ഒരു സൂപ്പർ താരം വിചാരിച്ചാലും ഒരു മാറ്റം കൊണ്ടുവരാനൊക്കെ പറ്റും. അപ്പോൾ സൂപ്പർ താരങ്ങൾ പറയണം, എന്റെ സെറ്റിൽ ഇനി മദ്യപിച്ച അല്ലെങ്കിൽ മയക്കുമരുന്നുമായി ആരും വരാൻ പാടില്ല, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ നിർത്തണം. എന്റെ സെറ്റിൽ സ്ത്രീകൾക്ക് വേഷം മാറുന്നതിനുള്ള സംവിധാനം വേണം, അവർക്ക് നല്ല ശുചിമുറി വേണം, ഇവിടെ കാസ്റ്റിംഗ് കൗച്ചുമായി ഒരുത്തനും വരേണ്ട. ഇതൊക്കെ സൂപ്പർ താരങ്ങൾക്ക് ഈസി ആയിട്ട്, അത്രയും ഫാൻ ഫോളോയിങ് ഉള്ളതാണ്. പൊതുജനങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെയൊക്കെ ആ ഒരു വിഗ്രഹത്തിന് കൂടുതൽ തിളക്കം കൂടും, നിങ്ങളുടെ ആ ഒരു നക്ഷത്ര ശോഭയ്ക്ക് കൂടുതൽ നന്നായി അത് ജ്വലിച്ചു നിൽക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് നിങ്ങൾ സമയം ചെലവഴിക്കേണ്ടത്. അല്ലാതെ ഈ റിപ്പോർട്ടിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എൻ്റെ കൂട്ടുകാരനോട് പിണങ്ങിയാലോ എന്ന് വിചാരിച്ച് മാറി നിൽക്കുകയല്ല വേണ്ടത്. ആർജവത്തോടെ നിലപാടെടുക്കാൻ പറ്റണം. അത് സിനിമയിലെ കിടിലൻ ഡയലോഗ് മാത്രം പോരാ, ഡയലോഗ് എഴുതുന്നവരായാലും ഡയലോഗ് പറയുന്നവരായാലും ആ ഡയലോഗ് ഉണ്ടല്ലോ മനസ്സിൽ നിന്ന് വരണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് പൊതുജനത്തെ പറ്റിക്കുന്നത്? അങ്ങനെ മനസ്സിൽ നിന്ന് ഒരു ഡയലോഗ് പറയാൻ, ഈ വിഷയത്തിൽ ഒന്ന് പ്രതികരിക്കാൻ ഇനിയും ആരെ പേടിച്ചാണ് ഇരിക്കുന്നത്? എന്തിനാണ് പേടിക്കുന്നത്? ഒളിക്കാനൊന്നുമില്ലെങ്കിൽ എന്തിനാണ് പേടി? മിനിമം താരരാജാക്കന്മാരായിട്ടുള്ളവർ തങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന താരങ്ങൾക്കും സഹതാരങ്ങൾക്കും മൂത്രം ഒഴിക്കാൻ ഒരു ശുചിമുറി വേണമെന്നെങ്കിലും ഒന്ന് പറയണം. ചുരുങ്ങിയ പക്ഷം ഒരൊറ്റ കാരണം. അല്ല, അതിന് തന്നെ പറഞ്ഞിട്ടുള്ള കമന്റ് ഇതാണ്. മുമ്പൊക്കെ അടുത്ത വീടുകളിലൊക്കെ പോയിട്ട് നടിമാർ ബാത്റൂം സൗകര്യം സ്വയം കണ്ടെത്തുമായിരുന്നല്ലോ, അങ്ങനെ ചെയ്താൽ പോരെ, എന്താ പ്രശ്നം? അതൊന്നും ഒരു പ്രശ്നമായി അവർക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. അന്ന് ഇവരൊക്കെ അംബാസിഡറിലായിരുന്നല്ലോ, അതാ പറഞ്ഞത്, ഈ ഏമാന്മാർക്കെല്ലാം ഇപ്പോൾ കാരവൻ ഇല്ലാതെ സംഭവം നടക്കുന്നില്ല. ആ കാരവനിൽ അവർ ഇരുന്നു കൊണ്ടാണ് പറയുന്നത്, നടിമാർ അതപ്പുറത്തെ വീട്ടിൽ പോയി സാധിച്ചിട്ട് വരൂ എന്ന് പറയുന്ന ലാഘവത്വം കാണിക്കുന്നു ഈ നടന്മാരെന്നുള്ളതാണ്. നമ്മളൊക്കെ കാണുന്ന ശരിക്കും കലാകാരന്മാരെ നമ്മൾ എടുക്കേണ്ടതില്ലെങ്കിൽ പോലും എത്രയോ മനുഷ്യർക്ക് മോഡലായിട്ടുണ്ട്. നമ്മുടെയൊക്കെ പലരുടെയും ചെറുപ്പകാലത്തും ഇപ്പോഴും കുട്ടികളുടെയൊക്കെ റോൾ മോഡലായ മനുഷ്യരാണ്. അവരാണ് ഈ മുന്നിൽ ഇപ്പോൾ ഉത്തരമില്ലാതെ വിയർത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് കുറ്റബോധത്തിൻ്റെ വലിയ അഗ്നിയിൽ നീറിക്കൊണ്ടിരിക്കുകയാണ് പല താരരാജാക്കന്മാരും. അല്ല, ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ ഒരു സിനിമ ഇൻഡസ്ട്രിയെ അങ്ങ് ചെളിവാരി എറിയാൻ ശ്രമിക്കുന്നു എന്നൊന്നും ആരും കരുതണ്ട. സിനിമയുടെ കൂടെ ചേർന്നിട്ടുള്ളൊരു വാക്കുണ്ടല്ലോ, ഇറ്റ്സ് എൻ ഇൻഡസ്ട്രി. അല്ലേ? അതൊരു വ്യവസായ തൊഴിൽ മേഖലയാണ്. ഏത് തൊഴിൽ മേഖലയും പോലെയുള്ള ഒരു തൊഴിൽ മേഖലയാണ് ഈ പറയുന്ന സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അവിടെ ഈ പറയുന്ന കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവരായാലും കയർ തൊഴിലാളികളായാലും അധ്യാപകരായാലും സർക്കാർ ഉദ്യോഗസ്ഥരായാലും ആ തൊഴിലിടങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് ഡിഗ്നിറ്റിയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഒരു എക്സെപ്ഷൻ ഏരിയ അല്ലെന്നേ. അവിടെ യാതൊരു ഇമ്മ്യൂണിറ്റിയും ഇല്ല എന്ന് മാത്രമല്ല, ഒരു ചോദ്യം വളരെ പ്രധാനമായിട്ട് ഈ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. സർക്കാർ എന്തിനാണ് ഈ കമ്മിറ്റി ഉണ്ടാക്കിയത്? അങ്ങനെ ചോദ്യമില്ലേ? സർക്കാർ എന്തിനാണ് ഈ കമ്മിറ്റിയെ ഉണ്ടാക്കിയത്? ഈ കമ്മിറ്റിക്ക് വേണ്ടി 1 കോടിയിലേറെ രൂപയാണ് കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചിട്ടുള്ളത്. 1 കോടി രൂപയിലേറെ ചെലവഴിച്ച 1 കോടി 6 ലക്ഷം രൂപ ചെലവഴിച്ചൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അലമാരയിൽ വെച്ച് പൂട്ടാനാണെങ്കിൽ ഈ കമ്മിറ്റി എന്തിനാണ് ഉണ്ടാക്കിയത്? നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു? മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന നമ്മൾ ആ ദൃശ്യം കാണൂ. അവര് ആവശ്യപ്പെട്ടതാണ്, അതായത് ഈ കമ്മിറ്റി രൂപീകരിക്കുന്നതിനായി മുഖ്യമന്ത്രിയെ പോയി WCC കണ്ടപ്പോൾ അവരുടെയൊക്കെ മുഖത്തൊരു തെളിച്ചമുണ്ടായിരുന്നു. ഇന്ന് ഇതുപോലൊരു ചിത്രം എടുക്കാൻ മുഖ്യമന്ത്രിക്കൊപ്പം അവരാരെങ്കിലും പോയി നിൽക്കുമോ? മാത്രമല്ല ആ നിവേദനത്തിൽ ഈ സിനിമാ നയം അടക്കമുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ ഇവർ നേരത്തെ 4.5 വർഷം മുൻപേ സമർപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിലാണ് ഇനി ഇപ്പോൾ ചർച്ച ഇനിയും നടത്താൻ പോകുന്നത്. കോൺക്ലേവ് എന്ന് പറയുന്നത്, അതായത് അന്നേ നടത്തി കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ. ഇന്നലെ സ്മൃതി പരുത്തിക്കാടുമായിട്ട് സംസാരിച്ചപ്പോഴാണല്ലേ കോൺക്ലേവിനെ കുറിച്ച് പറഞ്ഞു. വേട്ടക്കാരനും ഇരകൾക്കും ഒപ്പമാണ് കോൺക്ലേവ് നടത്തുന്നത് എന്ന് എങ്ങനെയാണ് ഈ നടി പറയുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടൊരു മന്ത്രി പറഞ്ഞു. വളരെ കൃത്യമായിട്ടല്ലേ നിങ്ങൾ ആരെയും നാളെ വിളിക്കാൻ പോകുന്നത്? ഈ സിനിമയെക്കുറിച്ചുള്ള ചർച്ച ചെയ്യാൻ നിങ്ങൾ സിനിമയിലെ ആക്ടേഴ്സിനെ വിളിക്കണമല്ലോ. ഈ ആക്ടേഴ്സിൽപ്പെട്ട ആളുകൾ ഈ വേട്ടക്കാരുടെ ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് സർക്കാരിന് ഉറപ്പുണ്ടോ? അങ്ങനെ സർക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടാവും. പിന്നെ അതുകൊണ്ട് പൊതുസമൂഹത്തിന് സംശയമുണ്ട്. ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. കോടതി ഇന്ന് എന്തായാലും സർക്കാരിനെ പിടിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങളുടെ 4 പേരുടെയും അഭിപ്രായം അങ്ങനെ തന്നെയാണ്. ഇത് ക്രിട്ടിക്കലായി തന്നെയാണ് നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുന്നത്. കാരണം അത്രമേൽ ഗൗരവമേറിയ വിഷയമാണ്. ഒരു പെൺകുട്ടി ഇന്നലെ വന്ന് എന്നോട് വെളിപ്പെടുത്തുന്നത് കാണുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ നടുങ്ങിയിരിക്കുക. 4 വർഷം
അതാണ് അരുൺ ഇവിടെ ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ 4.5 വർഷമായിട്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുന്ന ഒരു സർക്കാരിൽ എങ്ങനെയാണ് ഈ മൊഴി കൊടുത്ത ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവും? അവർ ഭയന്നിട്ടുണ്ടാവും. കാരണം വെച്ചാൽ അത്ര സ്വാധീന ശക്തിയായി ഇവരെങ്ങനെ മാറി. ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവർക്കും അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ പറയുന്ന താരങ്ങൾക്കുമായിട്ടുള്ള എന്താണ് ഇടപാടെന്ന്, എന്ത് കൊടുക്കൽ വാങ്ങലാണ് നിങ്ങൾക്കിടയിൽ നടക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട കാര്യം സുജയ ഉന്നയിച്ചിരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് ഇതിനകത്ത് ഈ 9ാമത്തെ കാര്യമായിട്ട് പറയുന്നുണ്ട്. ഗ്രോസ് ഇൻഡിസിപ്ലിൻ ഇൻ സിനിമ, കൺസംഷൻ ഓഫ് ആൽക്കഹോൾ, യൂസ് ഓഫ് ഡ്രഗ്സ്. നോക്കൂ, ഈ കൺസംഷൻ ഓഫ് ആൽക്കഹോൾ അവിടെ നിൽക്കട്ടെ, യൂസ് ഓഫ് ഡ്രഗ്സ് എന്ന് പറയുന്നത് മയക്കുമരുന്നിന്റെ ഉപയോഗമാണ്. മയക്കുമരുന്നിന്റെ ഉപയോഗം ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് എന്താണെന്നറിയോ? രാജ്യദ്രോഹ കുറ്റമാണ്. ഈ മയക്കുമരുന്ന് ഉപയോഗം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഉത്തരവാദിത്തപ്പെട്ട നിങ്ങൾ തന്നെ നിയോഗിച്ച് നിങ്ങൾ പൈസ കൊടുത്ത് രൂപീകരിച്ച ഒരു കമ്മിറ്റി കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഒരു സർക്കാർ ആക്ട് ചെയ്യണ്ടേ? അതിന്റെ മുകളിൽ സർക്കാർ ആക്ട് ചെയ്യണ്ടേ? നേരത്തെ പരിശോധന നടത്താൻ സെറ്റുകളിൽ പോകുമെന്ന് പറഞ്ഞിരുന്നു. അത് എവിടെയാണ് നിന്നു പോയത്? ആരെ ഭയന്നിട്ടാണ് നിർത്തിയത്? ഇനി ഒരു കാര്യം കൂടി പ്രേക്ഷകർ ഓർമ്മിക്കണം. കഴിഞ്ഞ തവണ ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിസ്ഥാനത്ത് നിന്നിരുന്ന നടൻ, ആ നടനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുമ്പോൾ ആ നടനെ ന്യായീകരിച്ചുകൊണ്ട് AMMA രംഗത്ത് വരുമ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്, ഞങ്ങൾക്കിവനും പ്രിയപ്പെട്ടതാണ്, ഞങ്ങൾക്കിവളും പ്രിയപ്പെട്ടതാണ്. ലോകത്ത് ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് മാത്രമേ ഇങ്ങനൊരു നിലപാടെടുക്കാൻ കഴിയൂ എന്നുകൂടി നമ്മൾ പ്രേക്ഷകരോട് പറയാം. ഇനി ഞങ്ങൾക്ക് വേട്ടക്കാരനും ഞങ്ങളുടെ ഒപ്പമാണ്, ഇരയും ഞങ്ങൾക്കൊപ്പമാണ് എന്ന് നിലപാടെടുത്ത വിചിത്രമായ അനുഭവത്തിന്റെ ചരിത്രമുണ്ട് AMMA എന്ന സംഘടന. ഇതിനൊരു വാക്കും ഒഴിഞ്ഞിട്ടില്ല ഇന്നേവരെ. അല്ല, ഒരു മറുവശമുണ്ട്. ഇതിപ്പോ ഈ സംഘടനയെ കുറിച്ച് പറയുകയാണെങ്കിൽ സർക്കാരിന്റെ ആകാംക്ഷ എന്താണെന്നറിയാവോ? ഇരയുടെ സ്വകാര്യത മാത്രമല്ല, പ്രതിയുടെ സ്വകാര്യത. നോക്കൂ, ഇന്ത്യൻ നിയമത്തിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് 43(3) എന്ന് പറയുന്ന വകുപ്പ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ഇത്തരം കേസുകളിൽ പെടുന്നവരെ ഈ പ്രതികളെ കയ്യാമം വെച്ച് കൊണ്ടുപോകണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്. ആ പ്രതിക്ക് ഒരു സ്വകാര്യതയില്ല. 4.5 വർഷത്തിനു ശേഷം ഈ വേട്ടക്കാർ ഇന്ന്, നാളെ, ഇന്നലെകളിൽ ഒക്കെ എത്രയോ പെൺകുട്ടികളോട് ഈ പറഞ്ഞതുപോലെ പെരുമാറിയിട്ടുണ്ടാവും എന്ന് മാത്രമല്ലല്ലോ. കഴിഞ്ഞ വർഷം കോടതിയിൽ ഒരു കേസ് ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരു പെൺകുട്ടി കോടതിയിൽ പോയി പറഞ്ഞില്ലേ, ഒരു പ്രൊഡ്യൂസർ ആക്ടറിനെതിരായിട്ടൊരു കേസ് പറഞ്ഞില്ലേ? എന്താണ് ആ കേസ്? പീഡിപ്പിച്ചു എന്നാണ് ആ കേസ്. അതായത് 2017 ഒരു നമുക്ക് ആർക്കും തന്നെ താങ്ങാൻ കഴിയാത്ത, കേരളത്തിൽ താങ്ങാൻ കഴിയാത്ത ഒരു പെൺകുട്ടി പീഡിപ്പിക്കുന്ന സംഭവം ഉണ്ടാകുന്നു. 2017 തന്നെ സർക്കാർ ഒരു കമ്മിറ്റി വയ്ക്കുന്നു. 2019 സർക്കാരിന് ഈ റിപ്പോർട്ട് കിട്ടുന്നു. 2023 അതേ സംഭവം ആവർത്തിക്കുന്നു. ഒരു പെൺകുട്ടി പരാതിയുമായി കോടതിയിലേക്ക് പോകുന്നു. അതിന്റെ സെറ്റിൽമെന്റ് ഒക്കെ പോട്ടെ, അങ്ങനെ ഒരു സാഹചര്യം എന്തുണ്ടായി? 2019 ഡിസംബർ 31 ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടുമ്പോൾ ഒരു ഗവൺമെന്റ് ആക്ട് ചെയ്തിരുന്നുവെങ്കിൽ പിന്നെ ഈ കാര്യങ്ങൾ ആവർത്തിക്കില്ലല്ലോ. അപ്പൊ ഈ പറയുന്ന പവർ ഗ്യാങ് എന്ന് പറയുന്നില്ലേ, ഈ പവർ ഗ്യാങ്ങിന് മലയാള സിനിമയിൽ മാത്രമല്ല കേട്ടോ ആധിപത്യം, കേരളത്തിന്റെ രാഷ്ട്രീയ ഭരണ രംഗങ്ങളിലും വലിയ ആധിപത്യവും സ്വാധീനവും അവർക്കുണ്ട് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചാൽ നിങ്ങളുടെ മുഖം മൂടിയാണ് അഴിഞ്ഞു വീഴുന്നത്. അതാണ് യാഥാർത്ഥ്യം. നമുക്ക് അവസാനിപ്പിക്കാം. മൊഴി നൽകാനെത്തിയവർ നാളെ കേസുകൂടി നൽകാനെത്തണം എന്ന് സർക്കാർ പറയുന്നത് അവരെ ഒരിക്കൽ കൂടി നിങ്ങൾ പീഡിപ്പിക്കുകയാണെന്ന് മാത്രമേ നമുക്ക് പറയാം. ഒറ്റ കാര്യം, അതായത് 82ാമത്തെ പാരഗ്രാഫിൽ അക്കാര്യം ഹേമ കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോടതി അത് കണക്കിലെടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വി നോട്ടീസ് ഇൻ ദ ബിഗിനിങ് ദാറ്റ് ദ ഗേൾസ് ബാർ വിമൻ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഗേൾസ് എന്ന് പറയുന്നത് ഏത് പ്രായപരിധിയാണെന്ന് അറിയാമല്ലോ. ഗേൾസ് ബാർ വിമൻ അരുൺകുമാർ പറഞ്ഞത്. ഒരു പെൺകുട്ടി 13 വയസ്സുള്ള സമയത്ത് ഞാൻ അവിടെ പാടാൻ ചെന്നപ്പോൾ എനിക്കുണ്ടായ ദുരനുഭവം എന്ന് പറഞ്ഞിട്ട് ഗൗരിലക്ഷ്മി ഗൗരിലക്ഷ്മിയുടെ കാര്യത്തിൽ ഇപ്പൊ തന്നെ കേസെടുക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ കാര്യത്തിൽ ഉടനീളം കോടതി എടുത്ത നിലപാടുണ്ടല്ലോ, കോടതി എടുത്ത നിലപാട് വളരെ വളരെ ശക്തവും ശ്ലാഘനീയവുമാണ്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ആണെങ്കിലും സിംഗിൾ ബെഞ്ച് ആണെങ്കിലും അതിനകത്ത് പിന്നെ ഈ പറയുന്ന ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആണെങ്കിലും ജസ്റ്റിസ് VJ അരുൺ ആണെങ്കിലും ഒക്കെ തന്നെയും എടുത്തിട്ടുള്ള നിലപാടെന്ന് പറയുന്നത് ജനപക്ഷത്ത് നിന്നുള്ള നിലപാട്. അവർക്ക് ഇരയ്ക്കൊപ്പം എന്നുള്ള ഒറ്റ നിലപാടേ ഉള്ളൂ, നമുക്കും അത് തന്നെ. നോക്കൂ, നമ്മളുടെ നീതിന്യായ വ്യവസ്ഥ എപ്പോഴും ഇരകൾക്കൊപ്പം നിലയുറപ്പിക്കുമ്പോൾ അതിനെ നടത്താൻ ബാധ്യതപ്പെട്ടവരാണ് ആ ഇരകൾക്കൊപ്പം മാറുകയും വേട്ടക്കാർക്കൊപ്പം ചേരുകയും ചെയ്യുന്നത്. ഒരിക്കൽ കൂടി അതേ ചരിത്രം ആവർത്തിക്കാൻ പാടില്ല. കോടതി സർക്കാരിനെ പിടിച്ചു എന്ന ചോദ്യത്തിന് പിടിച്ചു തുടങ്ങി എന്നാണ് ഞങ്ങളുടെ നിലപാട്. Meet the editors.